Hello, this is the fourth module of software engineering, which deals with the Scrum framework totally. Introduction to Scrum, what are the different Scrum phases, Agile estimation, what are the different methods of estimation, planning the game, product backlog, sprint backlog, which we have discussed in the third unit, iteration planning, how to plan an iteration, what is a user story, that also we have discussed in third unit, the characteristics and content of user stories, acceptance test and verify the stories, project velocity, burn down chart, sprint planning, then different types of meeting like Scrum, daily Scrum meeting, and retrospective meetings and Scrum review or sprint review, then Scrum roles, that also we have discussed in the third module, product owner, Scrum master and Scrum team. There is a small case study and tools for the agile management. These are all the components. ഇതിൽ നമ്മൾ ടൂൾസ് ഫോർ എജൈൽ മാനേജ്മെന്റ് എന്നുള്ളത് നമ്മൾ തേർഡ് യൂണിറ്റിൽ നമ്മൾ പഠിക്കും. ഇത്രയാണ് ഈ യൂണിറ്റിലുള്ള അല്ലെങ്കിൽ പഠിച്ചു. ഇതാണ് ഈ ഫോർത്ത് മോഡ്യൂളിൻ്റെ കണ്ടന്റ്. എന്താണ് സ്ക്രം എന്ന് പറഞ്ഞാൽ? സ്ക്രം ഈസ് എ ഫ്രെയിംവർക്ക് വിച്ച് ഈസ് ബേസ്ഡ് ഓൺ എജൈൽ പ്രിൻസിപ്പിൾ. That is a framework that handles simple, complicated and complex software development. അതായത് വലിയ കോംപ്ലക്സ് ആയിട്ടും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുമുള്ള പലതരത്തിലുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകളെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഫ്രെയിംവർക്കാണ് എന്തെന്ന് പറയുന്നത്, ഒരു സ്ക്രം എന്ന് നമ്മൾ പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ യൂണിറ്റിൽ പറഞ്ഞതുപോലെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്ന മെക്കാനിസം ഇൻ പ്രോഡക്റ്റ് ആൻഡ് പ്രോസസ്. പ്രോഡക്റ്റും പ്രോസസ്സും എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ദാറ്റ് ഈസ് റിക്വയർഡ് ടു ജനറേറ്റ് എ പ്രോഡക്റ്റ് ഇസ് കോൾഡ് പ്രോസസ് ആൻഡ് പ്രോഡക്റ്റ് ഈസ് ദി എൻഡ് റിസൾട്ട് ഓഫ് എ പ്രോസസ്. സോ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഓൺ പ്രോഡക്റ്റ് ഓർ പ്രോസസ്, നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്തായാലും പ്രോജക്റ്റും അല്ലെങ്കിൽ പ്രോസസ്സും ഉണ്ടാവും, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമുക്കൊരു പ്രോഡക്റ്റും ഉണ്ടാവും. അപ്പോൾ ഇതിനെ രണ്ടിനെയും നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇംപ്രൂവ്ഡ് മെക്കാനിസം കിട്ടാൻ വേണ്ടി, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ്മെന്റ് കിട്ടുന്ന രീതിയിൽ ഒരു പ്രോസസ്സിനെ ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിനെ ചെയ്തെടുക്കുക എന്നുള്ളതാണ് സ്ക്രമിൻ്റെ ഉദ്ദേശം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഐറ്ററേറ്റീവ് മെക്കാനിസം, എജൈൽ ഡെവലപ്മെന്റ് എന്നൊരു കോണ്ടെക്സ്റ്റിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതിൽ നമ്മൾ പറയുന്നുണ്ട് എന്താണ്, ഫ്രീക്വൻ്റ് ആയിട്ട് സോഫ്റ്റ്വെയർ കൊടുക്കണം. അപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് സോഫ്റ്റ്വെയറുകൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഡെവലപ്മെന്റ് കണ്ടിന്യൂസ് ആയിരിക്കണം. അതുപോലെ തന്നെ അതിനുള്ളിലുള്ള പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് കണ്ടെത്താനും പറ്റണം. അതുപോലെ തന്നെ സ്ക്രം എന്ന് പറഞ്ഞാൽ മൂവ് ഫോർവേഡ് വിത്ത് എ സീരീസ് ഓഫ് ഐറ്ററേഷൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുക. ഒരു സീരീസ് ഓഫ് ഐറ്ററേഷൻ എപ്പോഴും ഇറ്റ് ലുക്സ് ഇൻ ടു ദ ഫ്രണ്ട്. അതായത് ഒരിക്കൽ ചെയ്തു, അതിനെ വീണ്ടും ചെയ്തു, ഇങ്ങനെ നമ്മൾ ഐറ്ററേറ്റ് ചെയ്ത് ഇൻക്രിമെന്റൽ മോഡലിൽ നമ്മൾ ചെയ്യുന്ന മെക്കാനിസമാണ് സ്ക്രം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വരുന്ന ഓരോ ഐറ്ററേഷൻസും നമ്മൾ ആ സീരീസ് ഓഫ് ഐറ്ററേഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പ്രിന്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഓരോ സ്പ്രിന്റും
ചെയ്തു തീർക്കാൻ ഒരു സമയം വേണം. അതായത് 2 to 4 weeks ലോങ്. നമ്മൾ വലിയ വലിയ സംഗതികളല്ല ചെയ്യുന്നത്. വി ആർ ഡൂയിങ് സ്മോൾ തിങ്സ്. അപ്പോൾ ചെറിയ ഒരു പാർട്ടോ വലിയ പ്രോജക്റ്റിൻ്റെ ഒരു ചെറിയ പാർട്ടാണ് നമ്മൾ പൊതുവെ ചെയ്യുക. ആ ചെറിയ പാർട്ട് എന്ന് പറയുന്നത് എപ്പോഴും 2 to 4 weeksൽ തീരേണ്ട ഒരു വർക്കായിരിക്കണം. അങ്ങനെ മൂവ് ഫോർവേഡ് ചെയ്യപ്പെടുന്ന ഒരു സീരീസ് ഓഫ് ഐട്രേഷൻസ് അല്ലെങ്കിൽ സ്പ്രിൻസ് ആയിട്ടാണ് നമ്മൾ ആ പ്രോജക്റ്റിനെ മൊത്തത്തിൽ കാണുക. Then it is based on inspect and adaptive cycle. എന്താണ് inspect and adaptive cycle എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് whatever you are doing will be inspected immediately and the changes will be adapted to it. അപ്പൊ നമ്മൾ ആദ്യം ഒരെണ്ണം ചെയ്തു, അപ്പൊ അതിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു നോക്കി, അതിലെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന ചേഞ്ചസ് എന്താണ് എന്ന് കണ്ടുപിടിച്ചു, ആ ചേഞ്ചസിനെ ചെയ്തു, അതിനെ അഡാപ്റ്റ് ചെയ്തു, അടുത്തതിലേക്ക് പോയി. അങ്ങനെ ഒരു സംഗതി കംപ്ലീറ്റ് ആയിട്ട്, അതായത് ഒരു ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീരുന്ന ആ ഒരു മെക്കാനിസമാണ് നമ്മൾ എന്ത് പറയുന്നത്, അഡാപ്റ്റീവ് ആൻഡ് ഇൻസ്പെക്ട് ആൻഡ് അഡാപ്റ്റീവ് സൈക്കിൾ എന്ന് പറയുന്ന മെക്കാനിസം. ദാറ്റ് ഈസ് പ്രൊഡ്യൂസിങ് പ്രോഡക്റ്റ് ഇൻക്രിമെന്റലി ആൻഡ് ഐട്രേറ്റീവ്ലി. അപ്പൊ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് ഇൻക്രിമെന്റൽ ആയിട്ടുമാണ് ഐട്രേറ്റീവ് ആയിട്ടുമാണ്. ദസ് റെഡ്യൂസ് ദ റിസ്ക് ആൻഡ് എൻഹാൻസ് വിസിബിലിറ്റി. അതുകൊണ്ട് അതിലുണ്ടാകുന്ന റിസ്കുകളെയും അതിൻ്റെ വിസിബിലിറ്റി പ്രോബ്ലംസിനെയും റെഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ വിസിബിലിറ്റി പ്രോബ്ലംസിനെയും റെഡ്യൂസ് ചെയ്യും. ദാറ്റ് മീൻസ് ഇറ്റ് റെഡ്യൂസസ് ദ റിസ്കിനെ കുറയ്ക്കും, അതുപോലെ തന്നെ വിസിബിലിറ്റി കൂട്ടും. സ്ക്രം ഹാസ് സിമ്പിൾ റൂൾസ്, ആക്ടിവിറ്റീസ് ആൻഡ് ആർട്ടിഫാക്ട്സ്. ഇത് നമ്മൾ തേർഡ് യൂണിറ്റിൽ ഒന്ന് പറഞ്ഞതാണ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് റൂൾസ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ആൻഡ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ആർട്ടിഫാക്ട്സ്. അപ്പോൾ ഇത് ആണ് സ്ക്രമിൻ്റെ ഒരു ഓവർവ്യൂ. സ്ക്രം എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോജക്റ്റ് മാനേജ്മെന്റ് ഇൻ എജൈൽ ഈസ് ആൻ എജൈൽ ഫ്രെയിംവർക്ക്. ഒരു എജൈൽ ഫ്രെയിംവർക്കാണ്. ദിസ് മീൻസ് ദാറ്റ് the structure used to implement the idea behind the agile project management. It aims to develop, deliver and sustain complex products through collaboration, accountability and iterative process. ഈ വാക്കുകൾ ഒന്ന് ആലോചിക്കണം. So the aim of the Scrum is to develop, deliver and sustain, അതായത് അങ്ങനെ ഒരേപോലെ കൊണ്ടുപോവുക. കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോഡക്ട്സുകളെ ഡെവലപ്പ് ചെയ്യുകയും ഡെലിവർ ചെയ്യുകയും അത് സസ്റ്റൈനബിൾ ആയിട്ട് കൊണ്ടുപോകുക. അതായത് ഒരു കണ്ടിന്യൂസ് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ കോൺസ്റ്റന്റ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു കൺസിസ്റ്റന്റ് ആയി അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു മെക്കാനിസമാണ്. അതെങ്ങനെയാണ്? ത്രൂ കൊളാബറേഷൻ, ആൾക്കാരെ ഒന്നിച്ച് ചേർക്കുക. അക്കൗണ്ടബിലിറ്റി, ചെയ്യുന്നതിനെ അക്കൗണ്ട് ചെയ്യുക. മീൻസ് ഓരോരുത്തരുടെയും പാർട്ട് അല്ലെങ്കിൽ ഓരോ ടീമിൻ്റെയും അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും വർക്കിനെ അക്കൗണ്ട് ചെയ്യുക, അക്കൗണ്ടബിലിറ്റി. ദെൻ ഐട്രേറ്റീവ് പ്രോസസ്, അതുപോലെ തന്നെ ഐട്രേറ്റീവും ആയിരിക്കണം. ഇറ്റ് ഓൾസോ എൻകറേജസ് കൊളാബറേറ്റീവ് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ എല്ലാവരും കൂടെ ഉള്ള ഒന്നിച്ചു ചേർന്നിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് മെക്കാനിസം ആയിട്ട്. അതുപോലെ തന്നെ കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക്. എന്താണ് ഈ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ? ചെയ്ത ഒരു കാര്യത്തിൽ നിന്ന് തിരിച്ചു കിട്ടുന്ന ഒരു ഇൻഫർമേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫീഡ്ബാക്ക് എന്ന് വിളിക്കുക. അപ്പോൾ കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് ആണ്. സോ വാട്ട് എവർ യു ആർ ഗെറ്റിംഗ് ബാക്ക് വിൽ ബി കൺസിഡർഡ് സീരിയസ്ലി ആൻഡ് എനി ചേഞ്ചസ് ദാറ്റ് ഹാസ് ടു ബി മെയ്ഡ് ടു ദ സിസ്റ്റം ഹാസ് ടു ബി മെയ്ഡ്. അപ്പോൾ ആ ഡിസിഷനും അതുപോലെ തന്നെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്കും, so that a higher quality product can be delivered efficiently. അതുകൊണ്ട് എന്താ പറ്റുക? ഒരു ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റിനെ എഫിഷ്യൻ്റ് ആയിട്ട് ഡെലിവർ ചെയ്യാൻ നമുക്ക് സാധിക്കും. അതാണ് സ്ക്രമിൻ്റെ പ്രത്യേകത. അപ്പോൾ അതിൽ ഇത്രയും ആലോചിക്കണം. എന്താണ് എയിം ഓഫ് സ്ക്രം? ഇസ് ടു ഡെവലപ്പ്, ഡെലിവർ ആൻഡ് സസ്റ്റെയിൻ കോംപ്ലക്സ് പ്രോഡക്ട്സ്. എങ്ങനെയാണ്? ത്രൂ കൊളാബറേഷൻ, അക്കൗണ്ടബിലിറ്റി ആൻഡ് ഐറ്ററേറ്റീവ് പ്രോഗ്രസ്. ഇതാണ് സ്ക്രമിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ദ മേജർ വാല്യൂസ് ഓഫ് സ്ക്രം, ഇത് നമ്മൾ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഒരു 4 വാല്യൂ നമ്മൾ എജൈൽ പ്രിൻസിപ്പിളിന് പറഞ്ഞിരുന്നില്ലേ? ആ എജൈൽ പ്രിൻസിപ്പിളിൻ്റെ വാല്യൂസ് തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു
പ്രോസസ് ആണ് ഈ പറയുന്നത്. It is known to be simple to understand but difficult to master. ഈ സ്ക്രം പ്രോജക്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ വളരെ സിമ്പിളാണ്, പക്ഷെ അതിനെ മാസ്റ്റർ ചെയ്യാൻ ഇത്തിരി പാടാണ്. But teams who decide to implement the agile framework can look to uphold the following values to ensure the Scrum pillars of transparency, inspection, and adaptation come to function throughout the project activity. അപ്പോൾ സ്ക്രമ്മിൻ്റെ മേജർ വാല്യൂസ് ബിൽറ്റ് ചെയ്തിരിക്കുന്നത് ഈ 3 കാര്യങ്ങളിലാണ്. ഒന്ന് ട്രാൻസ്പെറൻസി, ഇൻസ്പെക്ഷൻ ആൻഡ് അഡാപ്റ്റേഷൻ. ഈ 3 കാര്യങ്ങളിൽ നിർത്തിക്കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, സ്ക്രമ്മിൻ്റെ പില്ലേഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. അതിനുള്ളിൽ നിന്നുകൊണ്ടുള്ള വാല്യൂസ് ആണ് ഈ പറയുന്നത്. ഒന്ന് കമ്മിറ്റ്മെൻറ്റ്, എന്തും ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്. Then courage to take decisions, focus on what you are doing, openness to discuss with everybody, and respect each other. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന പല കോണ്ടെക്സ്റ്റുകളുടെയും വാല്യൂസ് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ പെയർ പ്രോഗ്രാമിങ്ങിൻ്റെത് പറഞ്ഞു, എക്സ്ട്രീം പ്രോഗ്രാമിങ്ങിൻ്റെത് പറഞ്ഞു. Agile itself is having different set of values. The individuals and collaboration are more important than documentation എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആദ്യം കുറേ പറഞ്ഞില്ലേ, ഒരു 5 വാല്യൂസ് പറഞ്ഞിരുന്നു, 4 വാല്യൂസ്. അതേപോലെ തന്നെ സ്ക്രമ്മിന് വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് വാല്യൂസ് ആണ് കമ്മിറ്റ്മെൻറ്റ്, കറേജ്, ഫോക്കസ്, ഓപ്പൺനെസ് ആൻഡ് റെസ്പെക്ട്. ദെൻ നമ്മൾ ഉപയോഗിക്കുന്ന എജൈൽ ടെക്നിക്സ്, ഇതിൽ ഉപയോഗിക്കുന്ന എജൈൽ ടെക്നിക്സ് ആണ് ഒന്ന് കമ്മ്യൂണിക്കേഷൻ. എന്തുകൊണ്ടാണ് നമ്മളിവിടെ പറഞ്ഞിരുന്നു, എന്താണ് എജൈൽ പ്രോജക്ട്സ് യൂസ് ഫ്രീക്വന്റ് കാഷ്വൽ കമ്മ്യൂണിക്കേഷൻ ടു കീപ് ദ പ്രോജക്റ്റ് ഓൺ ട്രാക്ക്. കാരണം എജൈലിൽ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, കണ്ടിന്യൂസ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കാരണം കൊളാബറേഷനിൽ ആദ്യം വരുന്നതാണ് കമ്മ്യൂണിക്കേഷൻസ്. സോ ദ കസ്റ്റമേഴ്സ് എക്സാമിൻ ദി റീസെന്റ് ഐറ്ററേഷൻസ് ആൻഡ് ദെൻ ഓഫർ കറക്ഷൻസ്, സജഷൻസ് ആൻഡ് ചേഞ്ച് റിക്വസ്റ്റ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ ഈ സംഗതികൾ ചെയ്ത് കിട്ടുന്ന കാര്യങ്ങളെ അവർ കാണുന്ന, നേരത്തെ നമ്മളൊരു ഇതിൽ ഒരു കോണ്ടെക്സ്റ്റിൽ പറഞ്ഞായിരുന്നു, എന്താണ് എവറി സ്റ്റേക്ക് ഹോൾഡർ ഷുഡ് ബി ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ്. അതുപോലെ തന്നെ ദേ ഷുഡ് ബി ഏബിൾ ടു ഗിവ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സജഷൻസ്. അതുപോലെ തന്നെ ദേ ഷുഡ് ബി ഏബിൾ ടു ഗിവ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചേഞ്ച് റിക്വസ്റ്റ്. അപ്പം ഇങ്ങനെ വരുന്ന നിങ്ങളുടെ ഓരോ ഐട്രേഷൻസും, ഇപ്പം റീസെൻ്റ് ഐട്രേഷൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ബട്ട് ഓരോ ഐട്രേഷൻസും എന്ത് ചെയ്യണം, അവർ ആ കസ്റ്റമേഴ്സിനെ കൊണ്ട് എക്സാമിൻ ചെയ്യിക്കണം. ആൻഡ് ദെൻ ഓഫർ കറക്ഷൻസ്, സജഷൻസ് ആൻഡ് ചേഞ്ച് റിക്വസ്റ്റ്. The developers adjust the next iteration accordingly. അപ്പോൾ ഈ ഐട്രേറ്റ് ചെയ്യുമ്പോൾ ഇപ്പം കിട്ടുന്ന റിക്വസ്റ്റുകൾ, സജഷൻസ്, കറക്ഷൻസ് മുതലായ കാര്യങ്ങളെ അടുത്ത ഐട്രേഷനിൽ ഉൾക്കൊള്ളിക്കാൻ നമ്മൾ നോക്കണം. അതാണ് കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ്. ദെൻ ഇൻക്രിമെൻ്റൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ എജൈൽ പ്രോജക്ട്സ് എല്ലാം ആൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഐട്രേറ്റീവും ഇൻക്രിമെൻ്റലുമാണ്. The iterations are relatively short with the durations of a week to a couple of months. അപ്പോൾ എന്താണ് പറയുന്നത്, ഐട്രേഷൻസ് എന്ന് പറയുന്നത് ഒരാഴ്ച മുതൽ 2 മാസം വരെ നീളുന്ന രീതിയിലുള്ള ഡ്യൂറേഷൻ ഉള്ളതാകാം എന്നാണ്. ബട്ട് ഐട്രേഷൻസ് ആർ ടൈം ബോക്സ്ഡ് ടു കീപ് ദ പ്രോജക്റ്റ് മൂവിങ് ബ്രിസ്ക്ലി എമംഗ്. അപ്പോൾ എന്ത് വേണം, ഇത് ഒരു ടൈം ബോക്സ്ഡ് മെക്കാനിസത്തിലേക്ക് കൊണ്ടുവരണം. കാരണം ടൈം ബോക്സിംഗ് എന്ന് പറയുന്ന ആർക്കിടെക്ചർ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിമിനുള്ളിൽ ഒരു കാര്യം ചെയ്തു തീർക്കാനുള്ള ഒരു ആർക്കിടെക്ചറാണ് ടൈം ബോക്സ്ഡ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. Then different development environments have different version numbering schemes. Use meaningful field to represent. അപ്പോൾ ഇതുപോലെ തന്നെ
ഓരോ ഐട്രേഷൻസ് ചെയ്യുമ്പോഴും ആ വേർഷൻസ് നമ്മൾ കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു വേർഷൻ നമ്പറിംഗ് സ്കീം ഉപയോഗിക്കണം. അതുപോലെ തന്നെ അതിന് ഒരു മീനിങ് ഫുൾ ഫീൽഡുകളുടെ റെപ്രസെൻറ്റേഷനും കൊടുക്കണം. അതായത് മേജർ, മൈനർ, ബിൽഡ്, റിവിഷൻ എന്നിങ്ങനെ. അപ്പോൾ മേജർ എന്നുള്ളതാണെങ്കിൽ ദിസ് റെപ്രസെന്റ് എ ന്യൂ മേജർ റിലീസ് വിത്ത് സിഗ്നിഫിക്കൻറ്റ് ന്യൂ ഫീച്ചേഴ്സ്. പുതിയ ഫീച്ചേഴ്സ് ഉള്ളതാണെങ്കിൽ അതിനെ നമ്മൾ മേജർ റിലീസായിട്ട് കൺസിഡർ ചെയ്യും. അതാണ് മേജർ റിലീസ് കം ഔട്ട് വൺസ് ഓർ ടോയ്സ് ഇൻ എ ഇയർ. ഒരു വർഷത്തിലോ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ 2 തവണയോ ഒക്കെ ആയിരിക്കും എന്ത് വരിക, ഒരു മേജർ റിലീസ് വരിക. അപ്പോൾ ആ വെർഷൻ നമ്പർ അവിടെ കൊടുത്തു. രണ്ടാമത്തേത് മൈനർ ആണ്. ആൾ മേജർ നോൺ മേജർ റിലീസസ് ആർ മൈനർ റിലീസസ്. അപ്പോൾ ഞാനൊരു പ്രോഡക്റ്റ് ചെയ്ത് നിങ്ങളിൽ ഒരാൾക്ക് തന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ പുതിയ റിക്വസ്റ്റ് നിങ്ങൾ തന്നു. അത് മറ്റുള്ള ആൾക്കാർക്ക് വേണ്ട. നമ്മൾ എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം അതിനെ ചെയ്തു തരുന്നു. അതാണ് ഒരു മൈനർ റിലീസ് എന്ന് പറയുന്നത്. ദെൻ ബിൽഡ് മീൻസ് ഈച്ച് വീക്ക്ലി ബിൽഡ് ഗെറ്റ്സ് എ ന്യൂ ബിൽഡ് നമ്പർ. അപ്പോൾ ഇതിപ്പോൾ ഓരോ ഐട്രേഷൻസ് ചെയ്തു. ഇപ്പോൾ ഒരു പാർട്ട് ഓഫ് പ്രോഡക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് നിങ്ങൾക്ക് റിലീസ് ചെയ്തു. അത് റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ കുറച്ച് ചേഞ്ചസ് പറഞ്ഞു. അപ്പം ഈ ചേഞ്ചസ് ഉൾക്കൊള്ളുന്നതിൻ്റെ ഇടയിൽ ഈ ആഴ്ചകളിൽ ഇങ്ങനെ ഓരോരോ ഐട്രേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇപ്പോൾ ഈ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ഐട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഇവിടെ ഒരു ബിൽഡ് വന്നു. ഈ ബിൽഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പുതിയ ബിൽഡ് നമ്പർ ആയിരിക്കും. കാരണം ഇതിനകത്തൊരു ചേഞ്ച് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് തരാറായിട്ടുമില്ല. നിങ്ങൾ പറഞ്ഞ എല്ലാ ചേഞ്ചസും ഇതിനകത്ത് വന്നിട്ടില്ല. അതിൻ്റെ ഒരു പാർട്ട് മാത്രമേ ഇതിനകത്ത് വന്നിട്ടുള്ളൂ. Then last one is revision. Bills that are not final weekly bids get a new റിവിഷൻ നമ്പർ. അപ്പോൾ ഇതിപ്പം ഈ റിവിഷൻ കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ പുതിയ ഇവിടെ ഒരു റിവിഷൻ കിട്ടി. അപ്പം നിങ്ങൾ കൊടുത്ത പ്രോഡക്റ്റ് ഒരു ചേഞ്ച് റിക്വസ്റ്റ് വന്നു. അതിനെ ഇൻകോർപ്പറേറ്റ് ചെയ്തു. അതിൻ്റെ ഒരു പാർട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തു ആൻഡ് ബിൽഡഡ് ഇറ്റ്. ഇറ്റ്സ് എ ന്യൂ ബിൽഡ്. ഇനി ഇങ്ങനെയുള്ള 2-3 ബിൽഡുകൾ കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു റിവിഷൻ കഴിഞ്ഞു. പക്ഷെ ഇതിനകത്ത് ഇനിയും ചെയ്യാനുണ്ട്. ഇവിടെ കറക്റ്റായ ഭാഗമാണ് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒരു നമ്പർ കൊടുത്ത് ഇതിനെ ഇവിടെ ഇട്ടു. അപ്പോൾ എനിക്ക് നിങ്ങളുടെ ഒരു പാർട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തു എന്നറിയാം. രണ്ടാമത്തെ പാർട്ട് എടുത്തു. ഇതിനെ കഴിഞ്ഞിട്ട് അടുത്ത പാർട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തു. എന്നിട്ട് അതിനെ ഇട്ടു. അപ്പോൾ ഇവിടെ ഞാൻ വേറൊരു ബിൽഡ് നമ്പർ, ഒരു റിവിഷൻ നമ്പർ കൊടുത്തു. ഇങ്ങനെ കുറേ റിവിഷനുകൾ ചേർന്ന് വന്നിട്ടാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക, ചിലപ്പോൾ ഒരു മേജർ റിലീസ് കിട്ടുക. ഒരു മേജർ റിലീസ് ഇങ്ങനെ കുറേ കിട്ടുമ്പോൾ ഇതിനകത്ത് ചെറുതൊക്കെ എടുത്താൽ ഒരു മൈനർ ആകും. ഇങ്ങനെ ഒരു വലിയ ലിസ്റ്റ് എടുക്കുമ്പോൾ അതൊരു മേജർ ചേഞ്ചായി മാറും. ഇങ്ങനെ എജൈലിൻ്റെ ഈ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ സ്ക്രം വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രധാനമായിട്ട് ഉള്ളൊരു കാര്യമാണ് ഫോക്കസ് ഓൺ ക്വാളിറ്റി. In agile projects, all development must have high quality. Because of the fast iteration cycle, developers don't have the time to spend chasing down bugs that entered the code months ago. ചിലപ്പം മുന്നേ പറ്റിപ്പോയ ഒരു തെറ്റിൻ്റെ പുറകിൽ പോകാനുള്ള ഒരു സമയം കിട്ടത്തില്ല. അതുകൊണ്ട് അവർ ചെയ്യുന്നുണ്ട്, അവർ ആദ്യമേ തന്നെ എന്തിനെ നോക്കുന്നുണ്ട്, they are looking into high quality. Then traditional programming models are periodic code reviews to improve code quality. നമ്മളുടെ ട്രഡീഷണലായിട്ട് ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് മോഡലുകളാണെങ്കിൽ നമുക്ക് കോഡ് റിവ്യൂ എന്നൊരു മെക്കാനിസം ഉണ്ട്. എന്താണ് ഈ കോഡ് റിവ്യൂ എന്ന് പറഞ്ഞാൽ? കോഡ് റിവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കോഡ്, ഒരാൾ എഴുതിയ കോഡിനെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ മറ്റൊരു സെറ്റ് ഓഫ് ആൾക്കാർ കംപ്ലീറ്റ് ആയിട്ട് നോക്കുന്ന ഒരു മെക്കാനിസമാണ് കോഡ് റിവ്യൂ എന്ന് പറയുന്നത്. ടു ഇംപ്രൂവ് ദ കോഡ് ക്വാളിറ്റി. ഇപ്പോൾ ഒരാൾ ഒമിറ്റ് ചെയ്തിട്ടുള്ള എറർ ഉണ്ടെങ്കിൽ അത് മറ്റേയാളിന് കണ്ടുപിടിക്കാൻ പറ്റും. എവറി വീക്ക് ഓർ സോ സം ഓഫ് ഓൾ ദ ഡെവലപ്പേഴ്സ് ഗെറ്റ് ടുഗദർ വർക്ക് ത്രൂ സമ്മൺ എൽസ് കോഡ് ടു ലുക്ക് ഫോർ പ്രോബ്ലംസ് ആൻഡ് പോസിബിൾ ഇംപ്രൂവ്മെന്റ്സ്. അതാണ് കോഡ് റിവ്യൂ എന്ന് പറയുന്നത്. സോ കോഡ് റിവ്യൂ ഉപയോഗിക്കുന്നത് ടു ഇംപ്രൂവ് ദി ക്വാളിറ്റി ഓഫ് ദ കോഡാണ്. അതുപോലെ തന്നെ അതെന്താ ചെയ്യുന്നത്, എവറി വീക്ക് ഓരോ ആഴ്ചയിൽ
അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിൽ എല്ലാ ഡെവലപ്പേഴ്സും ഓൾ ഡെവലപ്പേഴ്സ് ഗെറ്റ് ടുഗദർ ടു വർക്ക് വിത്ത് സമ്മൺ എൽസ് കോഡ്സ്. ഇപ്പം ഞാൻ എഴുതിയ കോഡ് നിങ്ങളിൽ കുറച്ച് പേര് നോക്കുന്നു, നിങ്ങൾ എഴുതിയ കോഡ് ഞാനും എന്നോട് ചേർന്നിട്ടുള്ള കുറച്ച് ആൾക്കാർ നോക്കുന്നു. അങ്ങനെ ഗ്രൂപ്പായിട്ട് മാറിക്കൊണ്ട് ആൾക്കാർ എന്ത് ചെയ്യാണ്, മറ്റുള്ളവരുടെ കോഡുകളെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് കോഡ് റിവ്യൂ എന്ന് പറയുന്നത്. കോഡ് റിവ്യൂ also led to determine whether the code satisfy its design requirements. അപ്പോൾ ഈ കോഡ് എന്താണ്, ഈ എഴുതിയ കോഡ് ഡിസൈനിൻ്റെ റിക്വയർമെൻറ്റ്സ് എല്ലാം അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്സിൻ്റെ ഡിസൈൻ എല്ലാം ഉൾക്കൊള്ളുന്നുണ്ടോ എന്നുകൂടി ചെക്ക് ചെയ്യുന്ന ഒരു മെക്കാനിസം കൂടിയാണ് കോഡ് റിവ്യൂ. പക്ഷേ ഇതിനൊരു രണ്ട് ഡ്രോബാക്സ് ഉണ്ട്, എന്നിട്ട് ക്യാൻ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. ഇപ്പം ആദ്യത്തെ പ്രശ്നം ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം എന്നുള്ളതാണ്. കാരണം ഒരാൾ കോഡ് എഴുതി തീർന്ന് മറ്റു കുറേ ആൾക്കാർ അതിനെ എന്ത് ചെയ്യാണ്, അതിനെ റിവ്യൂ ചെയ്യുകയാണ്. ദെൻ ദേ ആർ ഇൻ ഹെൽഡ് റൈറ്റ് ആഫ്റ്റർ ദ കോഡ് ഈസ് റിട്ടൺ. അത് ദേ ആർ ഇൻ ഹെൽഡ് ഇൻ റൈറ്റ്. അപ്പം എല്ലാം റൈറ്റ് ആയിരിക്കണമെന്നില്ല ഏതെന്ന് പറയുന്നത് ആഫ്റ്റർ ദ കോഡ് ഇസ് റിട്ടൺ. കോഡ് റൈറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതെല്ലാം ശരിയായിരിക്കണം എന്ന് നമുക്ക് ഉറപ്പും പറയാൻ പറ്റത്തില്ല. കാരണം കോഡ് റിവ്യൂവിൽ എന്തെങ്കിലും ഒരു അംശം വന്നു പോയാൽ മൊത്തം കോഡ് തെറ്റത്തില്ലേ. ഇതാണ് കോഡ് റിവ്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോക്കസ് ഓൺ ക്വാളിറ്റിയിൽ നമ്മൾ നോക്കുന്നത് ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് ആണെങ്കിൽ എന്തിനെക്കുറിച്ച് നോക്കും, കോഡ് റിവ്യൂ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ നടത്തും. ഇതാണ് എജൈൽ സ്ക്രം ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. അതായത് ഇൻപുട്സ് ഫ്രം ഡിഫറെൻറ്റ് എക്സിക്യൂട്ടീവ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, കസ്റ്റമേഴ്സ് ആൻഡ് യൂസേഴ്സ്. ഇവരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ് പ്രോഡക്റ്റ് ഓണർ എന്ന് പറയുന്നത്. ഈ പ്രോഡക്റ്റ് ഓണറുടെ കയ്യിൽ ഒരു ലിസ്റ്റ് ഓഫ് റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് യൂസർ സ്റ്റോറീസ് എന്ന് നമ്മൾ പറയുന്ന ലിസ്റ്റ് ഓഫ് യൂസർ സ്റ്റോറീസ് ഉണ്ട്. ആ ലിസ്റ്റ് ഓഫ് യൂസർ സ്റ്റോറീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോഡക്റ്റ് ബാക്ക്ലോഗ്. പ്രോഡക്റ്റ് ബാക്ക്ലോഗ് ഉണ്ട്. ദെൻ ദാറ്റ് വിൽ ബി പുട്ട് ഇറ്റ് ഇൻ ടു ദി ടീം. The team selects starting at top as much as it can commit to deliver by end of sprint. അവിടെ ഒരു സ്പ്രിന്റ് പ്ലാനിങ് നടക്കുന്നു. ഈ കൊടുത്ത പ്രോഡക്റ്റ് ബാക്ക്ലോഗിനെ സ്പ്രിന്റുകളാക്കി മാറ്റുന്നു. സ്പ്രിന്റിനുള്ളിൽ ഒരു സെറ്റ് ഓഫ് പ്രോഡക്റ്റ് ബാക്ക്ലോഗ് ഐറ്റംസ് ഉണ്ടാകും. ആ ഐറ്റംസിൽ നിന്ന് ഓരോ സ്പ്രിന്റിനെ എടുക്കുന്നു. ഓരോ സ്പ്രിന്റ് എന്ന് പറയുന്നത് 1 to 4 weeks ഓഫ് ടൈം ഉള്ളതാണ്. ആ 1 to 4 weeks ഓഫ് ടൈമിൽ അവർ ചെയ്യുന്നു. അതിനുള്ളിൽ വീണ്ടും നമ്മൾ നേരത്തെ കണ്ടില്ലേ, അവർ ഐട്രേഷൻസ് നടത്തുന്നു. ആ ഐട്രേഷൻസിനുള്ളിൽ ദേ ഹാവ് സ്ക്രം മീറ്റിംഗ്. അപ്പോൾ ഇതിനെയെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്ക്രം മാസ്റ്റർ ഉണ്ടാകും. ഇവരുടെ പ്രോജക്റ്റ് മോണിറ്റർ ചെയ്യുന്നത് ബേൺ ഡൗൺ ഓർ ബേൺ അപ്പ് ചാർട്ട് ഉപയോഗിച്ചായിട്ടാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു പീരീഡിനുള്ളിൽ അവരുടെ ആ ഐട്രേഷനെ ഡെലിവർ ചെയ്യുന്നു. സോ ഫിനിഷ്ഡ് വർക്ക് വിൽ ബി ഗിവൺ. അതിനിടയിൽ രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കൊടുക്കുന്നതിന് മുമ്പ് ഒരു സ്പ്രിന്റ് റിവ്യൂ നടക്കുന്നുണ്ട്, ഒരു സ്പ്രിന്റ് റെട്രോസ്പെക്റ്റീവ് മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ എജൈലിൻ്റെ ഫ്രെയിംവർക്ക് നമ്മൾ പറയുന്നു, സ്ക്രമിൻ്റെ ഫ്രെയിംവർക്ക് നമ്മൾ പറയുന്നു. ഇതൊരു സ്ക്രം ഫ്രെയിംവർക്കാണ്. ഇതിനകത്ത് നടക്കുന്ന പ്രോസസ്സുകൾ ഇതൊക്കെയാണ്. ഡിഫറെൻറ്റ് യൂസർ സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ റിക്വയർമെൻറ്റ്സ് ദറ്റ് ഈസ് ഗിവൺ ബൈ ദി കസ്റ്റമേഴ്സ് ഓർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതിനെ നമ്മളൊരു പ്രയോറിറ്റൈസ്ഡ് ലിസ്റ്റ് ആക്കുന്നു. ഈ പ്രയോറിറ്റൈസ്ഡ് ലിസ്റ്റിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് ബാക്ക്ലോഗ് എന്ന് പറയുന്നത്. ആ പ്രോഡക്റ്റ് ബാക്ക്ലോഗിൽ നിന്ന് നമുക്ക് 2 to 4 weeksൻ്റെ ഡിഫറെൻറ്റ് സെറ്റാക്കി മാറ്റുന്നു. ദാറ്റ് ഈസ് കോൾഡ് സ്പ്രിന്റ് ബാക്ക്ലോഗ്. ഈ ബാക്ക്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നടത്തുന്ന മീറ്റിംഗ് ആണ് സ്പ്രിന്റ് പ്ലാനിങ്, അല്ലെങ്കിൽ സ്പ്രിന്റ് പ്ലാനിങ് പ്രോസസ്സ് നടത്തിയിട്ടാണ് നമ്മൾ ഇതിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്പ്രിന്റ് ബാക്ക്ലോഗ് കിട്ടിക്കഴിഞ്ഞാൽ വി വിൽ ഗോ ഇൻ ടു ദി ആക്ച്വൽ സ്പ്രിന്റ്. ആ ആക്ച്വൽ സ്പ്രിന്റ് 2 to 4 weeks ടൈമിലാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. അതിനുശേഷം
ആ സമയത്ത് നടക്കുന്നതാണ് ഡെയിലി സ്ക്രം മീറ്റിംഗ് എന്ന് പറയുന്നത്. ഡെയിലി സ്റ്റാൻഡപ്പ് മീറ്റിംഗ് എന്നൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. സ്റ്റാൻഡപ്പ് മീറ്റിംഗ്, ഡെയിലി സ്റ്റാൻഡപ്പ് മീറ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഗതി പറഞ്ഞിരുന്നല്ലോ നേരത്തെ. ഒരു 15 മിനിറ്റിനുള്ളിൽ തീരത്തക്ക ചില സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ആ ഒരു ചെറിയ മീറ്റിംഗ് നമ്മൾ നടത്തുന്നുണ്ട് ഒരു 15 മിനിറ്റിൻ്റെ സമയത്തിനുള്ളിൽ. അങ്ങനെ ദിസ് ഈസ് ദി ആക്ച്വൽ സ്പ്രിന്റ് എക്സിക്യൂഷൻ. ആ സ്പ്രിന്റ് എക്സിക്യൂഷനിൽ കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇൻക്രിമെന്റ് നമ്മുടെ കയ്യിൽ കിട്ടും, അല്ലെങ്കിൽ ഫസ്റ്റ് ഐട്രേഷൻ നമ്മുടെ കയ്യിൽ കിട്ടും. ഫസ്റ്റ് ഇൻക്രിമെന്റ് ആ പ്രോഡക്റ്റ് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്ത് നമ്മൾ കിട്ടുന്നു. അത് കൊടുക്കുന്നതിന് മുമ്പ് വി ആർ കണ്ടക്ടിങ് ദ സ്പ്രിന്റ് റിവ്യൂ, അതുപോലെ തന്നെ സ്പ്രിന്റ് റെട്രോസ്പെക്റ്റീവ് മീറ്റിംഗ് നടത്തുന്നു. ഇത് കസ്റ്റമർക്ക് റിലീസ് ചെയ്യുന്നു. റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഗെറ്റിംഗ് എ ഫീഡ്ബാക്ക്. ആ ഫീഡ്ബാക്ക് കിട്ടുന്നു. അവിടെ നിന്നിട്ട് നമ്മൾ പ്രയോറിറ്റൈസ്, റീഓർഗനൈസ് മുതലായ കാര്യങ്ങൾ ചെയ്യുന്നു. വീണ്ടും നമ്മളത് യൂസർ സ്റ്റോറിയിലേക്ക് എത്തിക്കുന്നു. ഈ യൂസർ സ്റ്റോറിയിൽ നിന്ന് നമ്മൾ വീണ്ടും പ്രോഡക്റ്റ് ബാക്ക്ലോഗിനെ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ സ്പ്രിന്റിനെ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നു. അങ്ങനെ ആ ഇൻക്രിമെന്റിൽ വരേണ്ട മോഡിഫിക്കേഷൻസ് അടുത്ത ഐട്രേഷൻസ് എടുത്ത് ഐട്രേഷനിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് സ്ക്രം പ്രോസസ്സിൽ നടക്കുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് എജൈൽ എസ്റ്റിമേഷൻ ആണ്. എസ്റ്റിമേഷൻ എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് ഇതിൽ പറഞ്ഞിരുന്നു. ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് എസ്റ്റിമേഷൻ എന്നുള്ളത്. എസ്റ്റിമേഷൻ മീൻസ് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കമ്പ്യൂട്ടിംഗ് ദി ടാസ്ക്സ്, ദി ടൈം ആൻഡ് എഫേർട്ട് റിക്വയർഡ് ഫോർ ദ കംപ്ലീഷൻ ഓഫ് പ്രോജക്റ്റ്. അപ്പോൾ ഇവിടെ വെൻ വിൽ ബി ഏബിൾ ടു കംപ്ലീറ്റ് ഇറ്റ് എന്നൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ്. വെൻ വിൽ വി ബി ഏബിൾ ടു കംപ്ലീറ്റ്, നമുക്കിത് എപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും? അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം വരുമ്പോൾ നമുക്ക് എജൈൽ പ്രോജക്റ്റിന്റെ ഒരു ടിപ്പിക്കൽ പ്രോസസ്സ് മനസ്സിലാക്കണം. ദാറ്റ് ഈസ് എ ടോപ്പ് ഡൗൺ പ്രോസസ്സ്. ഒരു ടോപ്പ് ഡൗൺ പ്രോസസ്സാണ് എജൈൽ പ്രോജക്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഒരു ടോപ്പ് ഡൗൺ പ്രോസസ്സാണ്. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം അതിൻ്റെ കംപ്ലീറ്റ് പ്രോഡക്റ്റ് ബാക്ക്ലോഗ് എടുക്കുന്നു. ആ ബാക്ക്ലോഗുകളെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് പല സ്പ്രിന്റുകളാക്കുന്നു. ഓരോ സ്പ്രിന്റിലും പ്രോഡക്റ്റ് ബാക്ക്ലോഗിലുള്ള ഐറ്റംസ്, പ്രയോറിറ്റൈസ്ഡ് ഐറ്റംസ് വെച്ചിട്ട് നമ്മളൊരു സ്പ്രിന്റ് ബാക്ക്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ സ്പ്രിന്റ് ബാക്ക്ലോഗിന്റെ മുകളിലാണ് നമ്മൾ ആക്ച്വൽ എക്സിക്യൂഷൻ നടക്കുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുക? യൂസിങ് ഗ്രോസ് ലെവൽ എസ്റ്റിമേഷൻ ടെക്നിക്സ് ഓൺ ഫീച്ചർ സെറ്റ്. അപ്പോൾ മൊത്തത്തിലുള്ള ഗ്രോസ് ലെവൽ എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എസ്റ്റിമേഷൻ ടെക്നിക്സ് ഓൺ ഫീച്ചർ സെറ്റ്, മൊത്തം ഫീച്ചറിന്റെ സെറ്റിലാണ് എസ്റ്റിമേഷൻ നടക്കുന്നത്. ദെൻ എംപ്ലോയിങ് പ്രോഗ്രസീവ് എലാബറേഷൻ ആൻഡ് റോളിംഗ് wave planning method to drill down to the task level on just-in-time basis, iteratively uncovering more and more detail each level down. അപ്പോൾ ടോപ്പ് ഡൗൺ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ടോപ്പിൽ നമുക്കൊരു ഗ്രോസ് ലെവലായിട്ടുള്ള സാധനം ഉണ്ടാവും. അതിനെ നമ്മൾ പിന്നീട് സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ചെറിയ സംഗതികളാക്കുന്നു. ഇതിനെ വീണ്ടും നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ചെറിയ ഐറ്റംസ് ആക്കുന്നു. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഗ്രോസ് ലെവൽ എസ്റ്റിമേഷൻ ബേസ്ഡ് ഓൺ ഫീച്ചർ സെറ്റ്. അപ്പം മൊത്തത്തിലുള്ള ഫീച്ചർ സെറ്റ് എടുത്തിട്ടാണ് ഗ്രോസ് ലെവൽ ഇത് പ്രോജക്റ്റിനെ മൊത്തത്തിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. പിന്നെന്ത് ചെയ്യുന്നുണ്ട്? എംപ്ലോയിങ് പ്രോഗ്രസീവ് എലാബറേഷൻ. അപ്പം ഇതിങ്ങനെ പ്രോഗ്രസ് ചെയ്ത് വരുന്നതിനനുസരിച്ച് ഇതിനെ എലാബറേറ്റ് ചെയ്ത് വരുമ്പോൾ ടോപ്പ് ഡൗൺ ലെവലിൻ്റെ ഡൗൺ ലെവലിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ കിട്ടും. അങ്ങനെ കിട്ടുന്ന ഡീറ്റെയിലുകളെ നമ്മൾ എടുക്കുമ്പോൾ വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും? അവിടെ കൂടുതൽ നമുക്ക് ഡീറ്റെയിൽഡ് എസ്റ്റിമേഷൻ വരും. ആൻഡ് റോളിംഗ് വേവ് പ്ലാനിങ് മെത്തേഡ്. അപ്പോൾ ഇവർ ഉപയോഗിക്കുന്ന റോളിംഗ് വേവ് പ്ലാനിങ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. എന്താണ് ഈ റോളിംഗ് വേവ് എന്ന് പറയുന്നത്? ഓർ ടു ഡ്രിൽ ഡൗൺ ടു ദ ടാസ്ക് ലെവൽ ഓൺ ജസ്റ്റ് ഇൻ ടൈം ബേസിസ് ഐട്രേറ്റീവ്ലി. അപ്പൊ ഇതിനെത്ര എടുക്കണം, ഇതിനെത്ര വേണം എന്നിങ്ങനെ ഓരോ ലെവലായിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് എജൈൽ എസ്റ്റിമേഷൻ ഉപയോഗിക്കുന്നത്.
അതായത് റോളിംഗ് വേവ് പ്ലാനിംഗ് എന്ന് പറയുന്ന മെക്കാനിസം എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ദാറ്റ് എനേബിൾസ് ടു പ്ലാൻ ഫോർ എ പ്രോജക്റ്റ് ഓർ എസ്റ്റിമേറ്റ് എ പ്രോജക്റ്റ് ആസ് ഇറ്റ് അൺഫോൾഡ്. കാരണം ഈ ലെവലിൽ നമ്മൾ പറയുമ്പോൾ നമുക്ക് വളരെ എന്തായിട്ടാണ്, വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ടാണ് കിട്ടുക. ഇവിടെ വലിയ ഡീറ്റെയിൽസ് ഒന്നുമില്ല. അതേസമയം ഇതിനെ അൺഫോൾഡ് ചെയ്യുന്നു, ഇതിനെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ എന്താണ്, ഇവിടെ 3 വേവുകൾ, 3 സബ് ഡിവിഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതിനെ വീണ്ടും ഇതെടുത്താൽ ഇത് അൺഫോൾഡ് ചെയ്യണം. ഇത് അൺഫോൾഡ് ചെയ്യുമ്പോൾ വീണ്ടും കുറേ ഡീറ്റെയിൽസ് കിട്ടും. ഇതിനെയാണ് റോളിംഗ് വേവ് എന്ന് പറയുന്ന മെക്കാനിസം. അതായത് ഒരിടത്ത് ഒന്ന് അബ്സ്ട്രാക്റ്റ് ആയിരിക്കും, അബ്സ്ട്രാക്റ്റിൽ നിന്ന് ഡീറ്റെയിലിലേക്ക് എത്തുന്നതിനെ അനുസരിച്ച് എന്ത് സംഭവിക്കും, നമുക്കതിനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. എജൈൽ എസ്റ്റിമേഷൻ ടെക്നിക് യൂസസ് എ ടോപ്പ് ഡൗൺ പ്രോസസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ദിസ് എൻകറേജസ് ടീം ടു പ്രോഗ്രസ് എ ഗ്രോസ് ലെവൽ എസ്റ്റിമേഷൻ ഫോർ ഹൗ ലോങ് ദ പ്രോജക്റ്റ് ഷുഡ് ടേക്ക് ഓർ ഹൗ മച്ച് എഫേർട്ട് വിൽ ഇറ്റ് ടേക്ക്. അപ്പോൾ ഓരോ പ്രോജക്റ്റും ഗ്രോസ് ലെവലിൽ എത്ര സമയം എടുക്കും എന്ന് നമുക്ക് ആദ്യമേ തന്നെ ഒരു ഐഡിയ കിട്ടും. It's then broken up and applied to different elements of the project. അപ്പോൾ ടോട്ടൽ ടൈം കിട്ടുന്നതിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് നമ്മളുടെ ആ ഇൻഡിവിജ്വൽ അൺഫോൾഡ് ചെയ്യുന്നതിലേക്ക് നമ്മൾ ഇടും. Teams drill further into those elements, uncovering more and more details until the task level, which is looked at through a just-in-time lens. Just-in-time എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്ന സമയത്ത് എന്തുമാത്രം എഫേർട്ടുകൾ ഉണ്ടാവും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു മെക്കാനിസമാണ് നമ്മൾ ഏതിന് ഉപയോഗിക്കുന്നത്, എജൈൽ എസ്റ്റിമേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ നോർമലി എജൈൽ എസ്റ്റിമേഷൻ ഉപയോഗിക്കുന്ന മെക്കാനിസംസ് ഇതൊക്കെയാണ്. നമുക്ക് ഇതിനകത്ത് പ്ലാനിംഗ് ഗെയിം ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അത് ഈ സാധനമാണ്, ഏതാണ് പ്ലാനിംഗ് പോക്കർ ഗെയിം. പിന്നത്തേത് ടീഷർട്ട് സൈസിങ് എന്ന് പറയുന്ന മെക്കാനിസമാണ്. പിന്നൊന്ന് ഡോട്ട് വോട്ടിംഗ്, പിന്നെ ബക്കറ്റ് സിസ്റ്റം, ആൻഡ് ദെൻ അഫിനിറ്റി മാപ്പിംഗ്. ഇങ്ങനെ നമുക്ക് ഒരു 5 ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് എന്തിനുള്ളത്, നമ്മളുടെ എജൈൽ എസ്റ്റിമേഷൻ പ്രോസസ് നടത്താൻ വേണ്ടിയിട്ട് ഉള്ളത്. ഈ പ്ലാനിംഗ് ഗെയിം എന്ന് പറയുന്നത്, ഈ പോക്കർ ഗെയിം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പോക്കർ ഗെയിം എന്ന് പറഞ്ഞിട്ടൊരു കളിയുണ്ട്. അതായത് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് കാർഡ്. അതൊരു കാർഡാണ്, കുറച്ച് കാർഡുകളാണത്. ആ കാർഡുകൾ നമ്പർ ചെയ്ത കാർഡുകളാണ്. നമ്മൾ ഈ ചീട്ട് കളിക്കുമ്പോഴൊക്കെ കഴുത കളി എന്നൊക്കെ പറഞ്ഞിട്ട് കളിക്കുന്ന പോലെ ഇതിങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ നമ്പർ നോക്കിയിട്ട് കൂടിയ നമ്പർ ഉള്ളത്, ചിലപ്പോൾ കുറഞ്ഞ നമ്പറുള്ള ആളിന് കൂടിയ നമ്പർ ഇട്ട ആൾ അത് എടുത്തുകൊണ്ട് പോവുകയും കുറഞ്ഞ നമ്പർ ഇട്ട ആളിന് ഫ്രീ ആവുകയൊക്കെ ചെയ്യുന്ന പലതരത്തിലുള്ള ഒരു ഗെയിമിംഗ് മെക്കാനിസം ഉണ്ട്. ആ ടൈപ്പ് ഓഫ് ഒരു ഗെയിമാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. ഇതിനെ പ്ലാനിംഗ് പോക്കർ ഓർ സ്ക്രം പോക്കർ ഈസ് എ കൺസെൻസസ് ബേസ്ഡ്. എന്താണ് കൺസെൻസസ് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ സമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഗെയിമിഫൈഡ് ടെക്നിക്, ഗെയിമിന്റെ രൂപത്തിൽ എടുത്തിരിക്കുന്ന ഒരു സമ്മതം വഴിയുള്ള, അതായത് സമ്മതം എത്ര പേര് ഇതിനോട് യോജിക്കുന്നു, എത്ര പേര് യോജിക്കുന്നില്ല എന്നുള്ള ആ കൺസെൻസസ് ബേസ്ഡിൽ നടത്തുന്ന ഒരു എസ്റ്റിമേഷൻ മെക്കാനിസമാണ്. മോസ്റ്റ്ലി യൂസ്ഡ് ടു എസ്റ്റിമേറ്റ് ദ എഫേർട്ട് ഓർ റിലേറ്റീവ് സൈസ് ഓഫ് ഡെവലപ്മെന്റ് ഗോൾസ് ഇൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്. നമ്മളിപ്പോൾ നേരത്തെ ഗോളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ എജൈലിൽ നമ്മുടെ ഓരോ ആ പ്രോഡക്റ്റ് ബാക്ക്ലോഗ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു ഗോള് ഉണ്ടാവണം എന്ന് പറഞ്ഞിരുന്നു. ഒരു സ്പ്രിന്റിന് ഒരു ഗോൾ ഉണ്ടാവണം എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സ്ക്രമ്മിനൊരു ഗോള് വേണം. അപ്പോൾ ആ ഗോളുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന മെക്കാനിസമാണ് എന്തെന്ന് പറയുന്നത്, ഈ പോക്കർ ഗെയിം എന്ന് നമ്മൾ പറയുന്നു. അതിലെന്താ ചെയ്യാം, ഇത് ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫിബൊനാച്ചി സീരീസ് ആണ് പോയിന്റ് വാല്യൂ ആയിട്ട് അവർ കാണുന്നത്. ഓരോ സംഗതികൾ ചെയ്യാൻ, ഓരോ ഫീച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു യൂസർ സ്റ്റോറി ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര സമയം വേണം, അല്ലെങ്കിൽ എത്ര ദിവസം വേണം, അല്ലെങ്കിൽ എത്ര അവേഴ്സ് വേണം എന്ന് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് കാർഡ്
മെത്തേഡാണ്. ഇതിൽ ഫിബൊനാച്ചി സീരീസ് ആണ് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുക. പക്ഷെ അത് കംപ്ലീറ്റ് ഫിബൊനാച്ചി ആവണമെന്നില്ല. അതൊരു പരിധി, ഇനീഷ്യൽ നമ്പേഴ്സ് എല്ലാം ഫിബൊനാച്ചി ആയിരിക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു നമ്മളുടെ സൈസിനനുസരിച്ചുള്ള, നമ്മളുടെ ഡെവലപ്മെന്റ് സ്ട്രാറ്റജിക്ക് അനുസരിച്ചുള്ള ഒരു സൈസിങ് ആണ് നമ്മൾ വെക്കുക. അതാണ് ഉപയോഗിക്കുന്ന നമ്പറുകളുണ്ടല്ലോ, 0, ഹാഫ്, 1, 2, 3, 5, 8, 13, 20. അത് കഴിഞ്ഞ് 20 വരെ ഓക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ 40, 100 മുതലായ സംഗതികളാണ്. അപ്പം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് തൊട്ടടുത്ത സ്ലൈഡിൽ നമുക്ക് പറയാം. ദെൻ ഇതിലെ പോക്കർ ഗെയിമിലെ സ്റ്റെപ്സ് ഇതാണ്. കസ്റ്റമർ റീഡ്സ് ദ സ്റ്റോറി, കസ്റ്റമർ സ്റ്റോറി പറയുന്നു. ആൻഡ് ദിസ് ടീം എസ്റ്റിമേറ്റ്സ്, ദിസ് ഇൻക്ലൂഡിങ് ടെസ്റ്റിംഗ് എഫർട്ട്, ടെസ്റ്റിംഗ് വരെയുള്ള കോണ്ടെക്സ്റ്റുകളാണ്. അപ്പോൾ ഇതിലൊരാൾ പറഞ്ഞു ഓക്കെ ഇറ്റ് ടേക്സ് 2 days, അടുത്ത ആൾ പറഞ്ഞു ഇറ്റ് ടേക്സ് 5 days, അടുത്ത ആൾ പറഞ്ഞു ഇറ്റ് ടേക്സ് another 3 days. അപ്പോൾ ഇവിടെ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വന്നിട്ടുണ്ടല്ലോ, ഇത്ര സമയം എടുക്കും, ഇത്ര സമയം എടുക്കും, ഇത്ര സമയം എടുക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നു, ദ ടീം ഡിസ്കസസ്. ഓക്കെ ടീം ഡിസ്കസ് ചെയ്തു. ടീം ഡിസ്കസ് ചെയ്തതിന് പറഞ്ഞു ആദ്യം, അല്ല അവർ പറഞ്ഞു ശരി, അവരെല്ലാവരും കൂടി ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞു ഇറ്റ് ടേക്സ് 4 days. ഇവിടെ ഒരു കൺസെൻസസ് വന്നില്ലേ, 4 ദിവസം കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും എന്നൊരു എഗ്രിമെന്റ് വന്നില്ലേ, അല്ലെങ്കിൽ ഒരു കൺസെൻസസ് വന്നില്ലേ, ഒരു ധാരണ വന്നില്ലേ. ഇങ്ങനെ ധാരണയിൽ നമ്മൾ ചെയ്യുന്ന ഒരു എസ്റ്റിമേഷൻ മെക്കാനിസമാണ് ഏതെന്ന് പറയുന്നത് പോക്കർ ഗെയിം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഇത് കണ്ടില്ലേ. ഇപ്പൊ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ദ ടാസ്ക് ഈസ് വെരി ഹ്യൂജ്. ഒന്നും വളരെ ഹ്യൂജ് ആണ്. അതിനെ അങ്ങനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടി വരും. ദെൻ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് കിടക്കുന്നെങ്കിൽ എന്താണ്, ദാറ്റ് സേസ് നോ ഐഡിയ ഹൗ ലോങ് ഇറ്റ് ടേക്സ് ടു കംപ്ലീറ്റ് ദ ടാസ്ക്. ഇത് എത്ര സമയം എടുക്കും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയയും ഉണ്ടാവത്തില്ല. ദെൻ ഒരു കപ്പ് ഓഫ് ടീ കാണിക്കുന്നുണ്ട്, ദാറ്റ് മീൻസ് ഐ ആം ഹംഗ്രി. ദാറ്റ് മീൻസ് ദേ വെർ അൺഎബിൾ ടു എസ്റ്റിമേറ്റ് ഇൻ എ പ്രോപ്പർ മാനർ. So this is the way in which the poker is completely done. These members are represented in a set of playing cards. ഒരു set of playing cardsൽ നമ്പറുകൾ എഴുതി കൊടുത്തിട്ടുണ്ട്. The team members play planning poker to provide an estimate in the form of a point value for each item. ഓരോ ഐറ്റത്തിനും ഒരു പോയിന്റ് വാല്യൂ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാർഡിൽ ഈ നമ്പറുകൾ എഴുതി കൊടുത്തിട്ടുണ്ട്. ഈച്ച് മെമ്പർ ഗെറ്റ്സ് എ സെറ്റ് ഓഫ് കാർഡ്സ്. ഓരോ മെമ്പർക്കും ഒരു സെറ്റ് ഓഫ് കാർഡ്സ് കിട്ടും. ദ ബിസിനസ് ഓണർ, മീൻസ് ദ പ്രോഡക്റ്റ് ഓണർ ഡസ് നോട്ട് എസ്റ്റിമേറ്റ്. അയാൾ എസ്റ്റിമേറ്റിലേക്ക് വരത്തില്ല. പക്ഷെ അയാൾക്ക് എന്തുണ്ട്, അയാളുടെ കയ്യിൽ ഒരു എസ്റ്റിമേറ്റ് ഉണ്ട് ഓൾറെഡി. ഇത് ഇത്ര സമയം കൊണ്ട് തീർന്ന് കിട്ടണം എന്ന് അയാളുടെ ആവശ്യകത. റെപ്രസെൻറ്റ്സ് ദി ഐറ്റം ടു ബി എസ്റ്റിമേറ്റഡ്. എന്ത് ഐറ്റമാണ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് അയാൾ കാണിക്കുന്നു. ദ ഐറ്റം ഈസ് ഡിസ്കസ്ഡ്. ആ ഐറ്റത്തിന്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തെടുക്കുന്നു. ദെൻ ഈച്ച് ടെമ്പർ പ്രൈവറ്റ്ലി സെലക്ട് എ കാർഡ് റെപ്രസെന്റിങ് ഹിസ് ഓർ ഹർ എസ്റ്റിമേറ്റ്. അപ്പോൾ ഓരോരുത്തരും അവർക്ക് വേണ്ടി വരുന്ന ടൈം ഒരേ സമയം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വരുന്ന സമയം അവർ ആ കാർഡിൽ നിന്ന് സെലക്ട് ചെയ്യുന്നു. When everyone is ready, all selected cards are revealed at the same time. ഒരേ സമയം ഈ കാർഡെല്ലാം കൂടെ കാണിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം, if all the team members selected the same card, then the point value is the estimate. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒരേ വാല്യൂ ആണ്, ഒരേ കാർഡാണ് കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരേ വാല്യൂ ഉള്ള കാർഡാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ അവിടെ പിന്നെ ഫർദർ ഡിസ്കഷൻ ഇല്ല. കാരണം എന്താണ്, the item, the value is based on a consensus. Then if the cards are not the same, എല്ലാവരും ഒരേ ടൈമല്ലേ എടുത്തിരിക്കുന്നതെങ്കിലോ, the team discusses the estimate with emphasis placed on the ഔട്ട്ലൈയിങ് വാല്യൂസ്. അപ്പോൾ ഔട്ട്ലൈയിങ് വാല്യൂസ് എന്ന് പറയുന്നത് ഇപ്പം 4 പേരുണ്ട്. 4 പേരിൽ 2 പേര് 4 ദിവസം കാണിച്ചു, ഒരാൾ 5 ദിവസം കാണിച്ചു, ഒരാൾ 3 ദിവസം കാണിച്ചു. അപ്പോൾ 4 എന്നുള്ളത് ഒരു കൺസെൻസസിൽ എത്തി നിൽക്കുന്ന വാല്യൂ ആണ്. അപ്പോൾ ഈ 2ൻ്റെയും 3ൻ്റെയും അല്ലെങ്കിൽ 5ൻ്റെയും 3ൻ്റെയും വാല്യൂകളാണ് നമ്മൾ എടുത്തിട്ട് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. Then member who selected the lowest value explain why he or she selected that value. Then
The number who selected the highest value explains why she or അവർ എന്തുകൊണ്ടാണ് ആ വാല്യൂസ് സെലക്ട് ചെയ്തത് എന്ന് റീസൺ ചെയ്യുന്നു. Then select again until the estimate converges to a single value. Then should lengthy or complex conversation results. ഇത് ചുമ്മാതെ വെറുതെ കോംപ്ലക്സ് ആയിട്ട് കോൺവെർസേഷൻ പൊക്കോണ്ടിരിക്കുകയാണെങ്കിൽ team members may use a 2-minute time box the discussion and selecting each time the time runs out until the conversation. അപ്പോൾ ഒരു 2 മിനിറ്റ്സിൻ്റെ ഒരു ഗ്യാപ്പ് വെച്ചിട്ട് ടൈമർ ടു ടൈം ബോക്സ് ദ ഡിസ്കഷൻ. അപ്പോൾ 2 മിനിറ്റ് ഡിസ്കസ് ചെയ്യാനുള്ള സമയം കൊടുക്കും. ദെൻ അഗെയിൻ സെലക്ടിങ് ദ ടൈം ഈച്ച് ടൈം ദ ടൈമർ റൺസ് ഔട്ട് അൺടിൽ കോൺവെർസേഷൻ. എന്നിട്ട് ഈ 2 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിം വെച്ചിട്ട് അവർക്ക് ഇത് സെലക്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുക്കുന്നു. റിപ്പീറ്റ് ഫോർ ഈച്ച് ഐറ്റം. ഇങ്ങനെ നമ്മളുടെ ബോക്സിലുള്ള എല്ലാ ഐറ്റംസിനും ഇങ്ങനെ നമ്മൾ എടുക്കുന്ന മെക്കാനിസമാണ് പോക്കർ ഗെയിം അല്ലെങ്കിൽ പ്ലാനിങ് ഗെയിം അല്ലെങ്കിൽ പ്ലാനിങ് പോക്കർ എന്നൊക്കെ നമ്മൾ പറയുന്നത്. രണ്ടാമത്തേത് ടീഷർട്ട് സൈസിങ് ആണ്. ഇത് വേറൊരു തമാശയാണ്. ഇഫ് തിങ്ക് അബൌട്ട് ടീഷർട്ട്സ് there are multiple sizes to choose from. നമ്മുടെ ടീഷർട്ട് വാങ്ങിക്കാൻ പോകുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള സൈസുകളുണ്ടല്ലോ. എക്സ്ട്രാ സ്മോള്, മീഡിയം, ലാർജ്, എക്സ്ട്രാ ലാർജ്, ദെൻ XXL. ഇങ്ങനെയുള്ള നമ്മൾ വാല്യൂസ് ഉപയോഗിച്ചിട്ട് ഉള്ള ഒരു ടെക്നിക്കാണ് ഇത് പറയുന്നത്. This technique uses these sizes as story points for the size of the project and it is a useful way of thinking when estimation needs to occur. അപ്പോൾ എസ്റ്റിമേഷൻ എപ്പോഴാണ് വേണ്ടി വരുന്നത് എന്ന് നമ്മൾ സ്റ്റോറി പോയിന്റ്സ് വെച്ചിട്ട് കണ്ടെത്തുകയാണ്. സ്റ്റോറി പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോറിക്ക് എത്ര പോയിന്റ്സ് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, ചിലതിന് നമ്മൾ 2 പോയിന്റ് ഉണ്ടാവും, ചിലതിന് 3 പോയിന്റ് ഉണ്ടാവും, ചിലതിന് 5 പോയിന്റ് ഉണ്ടാവും. ഫെബനോക്കി സീരീസിന്റെ ആ ഒരു മെക്കാനിസം തന്നെയാണ് നമ്മൾ എടുക്കുക. ഇതിപ്പോൾ എന്താ പറയാ, ദിസ് ഈസ് എ യൂസ്ഫുൾ മെത്തേഡ് ഫോർ ബീയിങ് ടൈം എഫിഷ്യൻറ്റ്. ഇത് വളരെ ടൈം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഇറ്റ് ക്യാൻ ഗീവ് എ ക്വിക്ക് ആൻഡ് റഫ് എസ്റ്റിമേറ്റ് ഫോർ ഹൗ മച്ച് വർക്ക് ഈസ് എക്സ്പെക്റ്റഡ് ഫോർ എ പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റിന് എത്ര ടൈം എടുക്കും എന്ന് വളരെ പെട്ടെന്ന് നമുക്ക് കണ്ടെത്താനുള്ള ഒരു മെക്കാനിസമാണ്. ദ സൈസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു നമ്പേഴ്സ് അറ്റ് എ ലേറ്റർ സ്റ്റേജ്. അപ്പം ഈ സൈസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പിന്നീട് നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഈ കൺവേർഷൻ എന്ന് പറയുന്നത് ആൾറെഡി തന്നെ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കൺവേർഷനാണ്. ഇപ്പോൾ L എന്ന് പറഞ്ഞാൽ എത്രയാണ്, S എന്ന് പറഞ്ഞാൽ എത്ര ടൈമാണ്, XS എന്ന് പറഞ്ഞാൽ എത്ര ടൈമാണ് എന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് നേരത്തെ തന്നെ ടാബുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ പറയുന്ന ഓക്കെ ഇറ്റ്സ് L ആണെങ്കിൽ ഇത്ര ദിവസം എടുക്കും. അപ്പം അങ്ങനെ ഒരു കൺസെൻസസിൽ എത്തിയതിന് ശേഷം ആ ടൈമിങ് നമുക്ക് പിന്നെ മാറ്റാൻ പറ്റും. The sizes can be converted into numbers on a later stage. When the team assigns a relative size to the project on hand, അപ്പോൾ അത് പ്രോജക്റ്റ് നമ്മൾ സൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ നമ്പറിലേക്ക് പിന്നീട് മാറ്റാം. ദിസ് ഈസ് ഡിസൈഡഡ് ത്രൂ ഡിസ്കഷൻ ആൻഡ് കൊളാബറേറ്റീവ് എഫേർട്സ് ടു അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ് ദാറ്റ് നീഡ്സ് ടു ബി ഡൺ. ഇത് ചെയ്യുന്നത് ഒരു കാര്യം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ചെയ്യത്തുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കൊളാബറേറ്റീവായിട്ടാണ് അവർ അതിൻ്റെ ഡിസിഷൻ എടുക്കുക. If estimates propose size that do not match up, മാച്ച് ചെയ്യാത്ത സൈസ് ആണ് പ്രപ്പോസ് ചെയ്യപ്പെടുന്നതെങ്കിൽ then team voices their opinion on the topic and must eventually reach to a consensus. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ സൈസിലുള്ള ഒപ്പീനിയൻ ഡിഫറൻസ് വന്നാൽ എന്ത് ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. അവരൊരു ഡിസ്കഷൻ എടുത്തിട്ട് ആ ഡിസ്കഷൻസിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടൊരു കൺസെൻസസിലെത്തുന്നു, ഒരു ഒത്തുതീർപ്പിലെത്തുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഇതിനെ നമ്പറിലേക്ക് മാറ്റുന്നു. ദിസ് ഈസ് എ പ്രിറ്റി ഇൻഫോർമൽ മെത്തേഡ് ദാറ്റ് ഈസ് ഗ്രേറ്റ് ടു യൂസ് ഫോർ എ ലാർജ് നമ്പർ ഓഫ് ഐറ്റംസ്. ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അവിടെ ഈ പോക്കർ ഗെയിമും കളിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ വലിയ പ്രോജക്റ്റുകളാണ്, ലാർജ് നമ്പർ ഓഫ് ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് സൈസ് സെലക്ട് ചെയ്തിട്ട് ആ സൈസിൽ നിന്ന് നമ്പറിലേക്ക് പോകാൻ പറ്റും. അൺഫോർച്ചുനേറ്റ്ലി സ്റ്റോറി പോയിന്റ്സ് ക്യാൻ ബി ട്രിക്കി. ഈ സ്റ്റോറി പോയിന്റ്സ് എന്ന് പറയുന്നത് ഭയങ്കര ട്രിക്കി പിടിച്ച ഒരു സാധനമാണ്. What might seem one size to one person could be perceived as another by someone else. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ സ്റ്റോറി പോയിന്റ് 2 എന്ന് പറയുന്നത്
സ്മോൾ ആയിട്ടാണ് കണക്ക് കൂട്ടുന്നത് എന്നിരിക്കട്ടെ. ചിലപ്പോൾ ചില ആൾക്കാർ ഈ സ്റ്റോറി പോയിന്റ് 2-നെ ഏതിലേക്ക് മെഷർ ചെയ്യും? എക്സസിലേക്ക് മെഷർ ചെയ്യും, അതായത് എക്സ്ട്രാ സ്മോളിലേക്ക് മെഷർ ചെയ്യും. അങ്ങനെ വന്നാൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവും. പക്ഷെ അത് കുഴപ്പമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ കൺസെൻസസിലേക്ക് കൊണ്ടെത്തിച്ചിട്ട് നമുക്കതിനകത്ത് നമുക്കതിനെ സൈസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. വെൽ, ദിസ് ക്യാൻ ക്രിയേറ്റ് സം കൺഫ്യൂഷൻ. ഈ ഒരു പ്രശ്നം ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള പ്രോബ്ലം ഉണ്ട്. ബട്ട് ദിസ് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ ഓപ്പൺ ഡിസ്കഷൻ ആൻഡ് എവരി വൺ ഷുഡ് ഗെറ്റ് ദ ചാൻസ് ടു ഹാവ് ദെയർ സേ. അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ കാര്യങ്ങൾ പറയാനുള്ള ഒരു ടൈം കിട്ടും. അതുകൊണ്ട് എന്തില്ല, അതുകൊണ്ട് ഈ പറയുന്ന പ്രശ്നങ്ങൾ അതിനുള്ളിൽ എറേസ് ചെയ്യത്തില്ല. ദെൻ ഡോട്ട് വോട്ടിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സംടൈംസ് ഇറ്റ് ക്യാൻ ബി ഹാർഡ് ടു ഓർഡർ ദ ഐറ്റംസ് ഇൻ ദ പ്രോഡക്റ്റ് ലോഗ്. ചില സമയത്ത് പ്രോഡക്റ്റ് ബാക്ക്ലോഗ് നമുക്ക് ഓർഡർ ചെയ്ത് വെക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ എന്ത് ചെയ്യും? അതിനൊരു റാങ്കിങ് കൊടുക്കണം. ലോവസ്റ്റ് ടു ഹയർ പ്രയോറിറ്റി നമുക്ക് എടുക്കണം. അത് കഴിഞ്ഞിട്ടല്ലേ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് എന്ത് ചെയ്യുന്നു? നമ്മളതിനെ ഒന്ന് റാങ്കിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ വെക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? ദിസ് റാങ്കിങ് മെത്തേഡ്സ് എനേബിൾ യു ടു സോർട്ട് ദി ഐറ്റംസ് ഫ്രം ഹയസ്റ്റ് ടു ലോവസ്റ്റ് പ്രയോറിറ്റി, സോ യു നോ വെയർ ടു ഫോക്കസ് ഓൺ യുവർ എഫേർട്സ്. അപ്പോൾ ഇതിനെ പ്രയോറിറ്റി കൊടുത്ത് നമ്മളൊരു പ്രയോറിറ്റി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതിനകത്ത് എവിടെയാണ് എഫേർട്ട് ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് പറയാം. To do this, you need to select the most important user stories. അപ്പോൾ അതിനകത്ത് നമുക്ക് യൂസർ സ്റ്റോറീസ് സെലക്ട് ചെയ്യേണ്ടതാണ്. സ്റ്റാർട്ട് ബൈ പോസ്റ്റിംഗ് ഓൾ ദ സ്റ്റോറീസ് യു നീഡ് ടു ഡീൽ വിത്ത് ഓൺ എ വാൾ, ഓർ ഇറ്റ് മീൻസ് ഇറ്റ്സ് ഓൺ എ ബോർഡ്. ഒരു ബോർഡിൽ ഈ സ്റ്റോറീസ് എഴുതുക. Then the post should contain the story description and should look unique so that they are easily distinguishable to voters. അപ്പോൾ ഇത് വോട്ടേഴ്സ് എന്ന് പറയുന്നത് ടീം മെമ്പേഴ്സാണ്. ഈ ടീം മെമ്പേഴ്സിന് മനസ്സിലാക്കത്തക്ക രീതിയിൽ അതിനെ യുണീക്കായിട്ട് എഴുതുക ഓരോന്നും. ദെൻ ടീം മെമ്പേഴ്സ് ഇൻവോൾവ് ഇൻ ദ പ്രോസസ് ആർ ഓൾ ഗിവൺ 4 to 5 dots ടു ഡോൾ ഔട്ട്. അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഈ പൊട്ട് പോലുള്ള ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാം? ഇവർക്ക് ഇതിന് ഓരോന്നിനും എഗൻസ്റ്റ് ആയിട്ട് ഇവർക്ക് ഇതിനെ പ്ലേസ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുന്നു? The use of stickers or markers can be effective for this process. അതൊക്കെ സ്റ്റിക്കറോ മാർക്കറോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. Then team members place these dots on the user stories that they would prefer to start working on and distribute them throughout the opinion options. അപ്പോൾ ഏതാണ് ആദ്യം വർക്ക് ചെയ്യാൻ പറ്റുന്നത്? Place the dots on the user stories that they would prefer to start working on and distribute them throughout the options. അപ്പോൾ എന്നിട്ട് ഇതിനെ ആ ഡോട്ടുകളെ നമ്മളിങ്ങനെ ഓരോരോന്നിൻ്റെ മുന്നിൽ പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ ഒട്ടിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. A leader then orders the stories from the most preferred to the least preferred. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്തിരിക്കുന്നതിൽ നിന്ന് ഏറ്റവും ലീസ്റ്റ് പ്രിഫർ ചെയ്തിരിക്കുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? മോസ്റ്റ് പ്രിഫേർഡ് വുഡ് ബി ദ സ്റ്റോറി വിത്ത് മോസ്റ്റ് മാർക്സ് ഓൺ ഡോട്ട്സ് ഓൺ ഇറ്റ്. മറ്റേതിന് കുറവായിരിക്കും. ഇഫ് there is any stakeholder who is not happy with the order, then the items are divided into 3 groups: high, middle and low priority. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഡോട്ടുകളുള്ള അതിനെ ആദ്യം കൊണ്ടുവരും, ഏറ്റവും കുറച്ച് ഡോട്ടുകളുള്ളതിനെ ഏറ്റവും താഴെ കൊണ്ടുവരും. അപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്തു. അപ്പോൾ ഈ പ്രയോറിറ്റിയിൽ ഏതെങ്കിലും സ്റ്റേക്ക് ഹോൾഡർ അൺഹാപ്പി ആണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? അതിനെ 3 ഹൈ, മിഡിൽ, ലോ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിലേക്ക് കൊണ്ടുവന്നിട്ട് then the team members vote on the high priority stories again until they reach a consensus. അങ്ങനെ അവരൊരു ഒത്തുതീർപ്പിൽ എത്തുന്നത് വരെ നമ്മളതിനെ വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് ഒരു കൺസെൻസസിൽ കൊണ്ടുവരും. പക്ഷെ ഇത് എന്താണ് പറയുന്നത്? ദിസ് ഈസ് നോട്ട് നെസസറിലി ആൻ എജൈൽ ടെക്നിക്. ഇതൊരു എജൈൽ ടെക്നിക്കായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇറ്റ് ഈസ് മോർ ഓഫ് എ ഡിസിഷൻ മേക്കിംഗ് ടൂൾ. ഇതൊരു ഡിസിഷൻ മേക്കിംഗ് ടൂളായിട്ടാണ് പറയുക. But if you have a small number of items, it can be very efficient
ഇപ്പോൾ കുറച്ച് നമ്പറുള്ള ഒരു സംഗതിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതെന്താണ്, അത് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് വരും. ഇറ്റ് ഓൾസോ റിയലി സിമ്പിൾ ആൻഡ് ഈസ് എ ഗുഡ് വിഷ്വലൈസേഷൻ ടൂൾ. നമുക്ക് നല്ല വിഷ്വലി കാണാൻ പറ്റുന്ന ഒരു മെത്തേഡ് കൂടിയാണ്. Then the bucket system. എന്താണ് ഇത് പറയുന്നത്? This methods relies on planning efficient values on a table. ഒരു ടേബിളിൽ ഒരു ടേബിൾ ഫോർമാറ്റിൽ നമ്മൾ ഇതിനെ എഴുതി വെക്കുന്നു. We call the placements called buckets, but you can just use cards. അതുപോലെ തന്നെ പോക്കറിൻ്റെ കൂടെ ഒന്നേ കാർഡുകളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. The values are generally നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 0, 1, 2, 3, 4, 5, 8, 13, 20, 30, 50, 100 and 200. Although this can be expanded necessarily. ഇതിനെ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് വീണ്ടും എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ഇത് ഓരോന്നും ഒരു ബക്കറ്റാണ്. ഇത് 0 ഒരു ബക്കറ്റാണ്, 1 ഒരു ബക്കറ്റാണ്, 2 ഒരു ബക്കറ്റാണ്. Then estimators need to take stories. ഒരു സ്റ്റോറി എടുക്കുക and collectively choose which buckets each item fall into. അപ്പോൾ ഇതിനെ ഏത് ബക്കറ്റിൽ കൊണ്ട് ഇടാം എന്ന് നമുക്ക് പറയാൻ പറ്റും. To do this, place cards with the item written on them into the buckets. അപ്പോൾ ആ സംഗതിയിൽ ഈ നമ്പർ എഴുതിയിട്ട് അതിൽ ഇടുക. Before placing each item, it is important to have discussed the features and requirements of each with the estimator team. അപ്പോൾ ഓരോന്നും എത്ര സമയം എടുക്കേണ്ടി വരും എന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രമേ എങ്ങോട്ടേക്ക് കൊണ്ടിടാവൂ, ഓരോ ബക്കറ്റിലേക്ക് കൊണ്ടിടാവൂ. All items must be assigned and placed in the buckets upon consensus. ഇതിനൊരു തീർപ്പിൽ എത്തിയതിന് ശേഷം മാത്രമേ അതിനെ ഓരോ ബക്കറ്റിലേക്ക് ആക്കാൻ പാടുള്ളൂ. Then the buckets can also be changed and rearranged if group feels it necessary to reassign an item. ഇപ്പോൾ ഒരിക്കലിട്ടു, പക്ഷെ അതുകൊണ്ട് അത് അവിടെ സ്ഥിരമായിട്ട് അവിടെ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ മാറ്റിയിട്ട് നമുക്ക് വേറൊരു അസൈൻമെന്റ് അല്ലെങ്കിൽ വേറൊരു എസ്റ്റിമേറ്റ് ഇട്ടിട്ട് നമുക്ക് വേറൊരു ബക്കറ്റിലേക്ക് അതിനെ മാറ്റി ഇടണമെങ്കിൽ ഇടുകയും ചെയ്യാം. There is a divide and conquer phase after assigning important items. പ്രധാനപ്പെട്ട ചില ഐറ്റംസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഡിവൈഡ് ആൻഡ് കോൺകർ മെക്കാനിസം ഉപയോഗിച്ചിട്ട് വീണ്ടും നമ്മൾ അതിനെ എസ്റ്റിമേറ്റ് ചെയ്യും. എസ്റ്റിമേറ്റ് gets the remaining items and place them in buckets, but they believe that the item should sit in without consensus. അപ്പോൾ ആ ബാക്കി വരുന്ന സാധനങ്ങളെ എല്ലാം കൂടെ ഒരു ബക്കറ്റിൽ കൊണ്ടിടും, അത് അവിടെ ഇരിക്കും. എന്താണ് പറയുക, ഈ ബക്കറ്റ് എന്താണ് പറയുക, വിത്തൗട്ട് കൺസെൻസസിൽ പോയ സാധനങ്ങൾ ആണ്. ഇനി ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യവും കൂടെ ഉണ്ട്. ഇഫ് എ പാർട്ടിസിപ്പന്റ് ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് എ സ്റ്റോറി, ഒരാളുടെ ഒരു സ്റ്റോറി മനസ്സിലാകുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും, ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫർഡ് സമ്മൺ ഹൂ ഡസ്. അപ്പോൾ ഒരാളിനൊരു സംഗതി അറിയത്തില്ലെങ്കിൽ അത് മറ്റൊരാളിന് കൊടുക്കാം. അതുപോലെ if someone does not agree with a certain item placed in specific bucket, further discussions takes place to agree on where to place it and why. അപ്പോൾ ഇപ്പോൾ ആരെങ്കിലും ഇതിനകത്ത് ഡിസഗ്രി ചെയ്യുകയാണ്, ഇട്ട ഒരു ബക്കറ്റിൽ, ഒരു സ്പെസിഫിക് ബക്കറ്റിൽ ഇട്ടതിനെ കുറിച്ച് ഡിസഗ്രിമെന്റ് വരികയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവിടുന്ന് അതിനെ എടുത്തിട്ട് ഫർദറായിട്ട് ഡിസ്കസ് ചെയ്യുക. അതിനുശേഷം ഒരു എഗ്രിമെന്റിലേക്ക് എത്തുക, എവിടെ ഏത് ബക്കറ്റിലാണ് ഇതിനെ ഇടേണ്ടത് എന്നൊരു ഡിസ്കഷൻ നടത്തുക. അപ്പോൾ ആ ഡിസ്കഷനോടൊപ്പം ഒരു കാര്യം കൂടെ പറയണം, എന്തുകൊണ്ടാണ് ഇത് വേണ്ടി വരുന്നത് എന്നുകൂടി പറയണം. അപ്പൊ ഈ മെത്തേഡിനെ പറയുന്ന പേരാണ് സാനിറ്റി ചെക്ക് എന്ന് നമ്മൾ പറയുന്നു. ഇതിനെ പറയുന്ന പേരാണ് സാനിറ്റി ചെക്ക്. This method is more time efficient and reasonable than planning poker. പോക്കർ ഗെയിമിനേക്കാൾ കുറച്ചുകൂടെ റീസണബിളും ടൈം എഫിഷ്യൻറ്റും ആണ്. റീസണബിൾ ആണെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്, ഒരു ഡിസ്കഷൻ വന്നാൽ വൈ ഇറ്റ് ഈസ് റിക്വയർഡ് എന്നുകൂടി നമുക്കതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും. It is a great agile estimation technique to use if you have a large number of items and a big team. വലിയൊരു ടീമും ഒരുപാട് നമ്പർ ഓഫ് ഐറ്റംസും ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെക്കാനിസമാണ് ഏതെന്ന് പറയുന്നത് ഈ ബക്കറ്റ് സിസ്റ്റം എന്ന് നമ്മൾ പറയും. അഞ്ചാമത്തേതാണ് അഫിനിറ്റി മാപ്പിംഗ് എന്ന് പറയുന്നത്. ഫസ്റ്റ്ലി സൈലന്റ് റിലേറ്റീവ് സൈറ്റിംഗ് നീഡ്സ് ടു ഒക്കർ. ഒരു സൈലന്റ് സൈസിങ് റിലേറ്റീവ് സൈസിങ് നമ്മൾ വെക്കുന്നു.
To prepare this, place two cards opposite side of a wall. One should say small and the other should say large. അപ്പോൾ ആ ഒരു കാർഡിൻ്റെ ഒരു രണ്ട് സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ എന്ത് എഴുതുന്നു? സ്മാൾ എന്ന് ലാർജ് എന്ന് എഴുതുന്നു. The product owner needs to provide each estimator with a subset of items and should remain present during the process of clarifying anything. ഇത് പ്രോഡക്റ്റ് ഓണർ അവിടെ കാര്യം കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിന് എന്തുകൊണ്ടാണിത്, എന്താണ് വേണ്ടത്, എന്തൊക്കെയാണ് അതിൻ്റെ സബ് പ്രോസസ്സുകൾ എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അയാൾ പറഞ്ഞു കൊടുക്കുന്നു. Then estimators then place the item on the wall relative to each item's perceived size. അപ്പോൾ ഈ പെർസീവ്ഡ് സൈസിനനുസരിച്ച് അയാൾ കണ്ട സൈസിന് അയാളുടെ കയ്യിലുള്ളത് ഏതാണ്? സ്മാൾ ഓർ ലാർജ് ആണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? The size depends on the effort expected to complete them. There is no discussion at the point. ആ പോയിന്റിൽ ഡിസ്കഷൻ ഒന്നുമില്ല. ഇയാൾ കൊണ്ടുപോയി ഇതവിടെ കൊണ്ടുപോയി വെക്കുന്നു. Then the team members can then change the location of the wall item discussing as they go. അപ്പോൾ അതിനുശേഷം ഈ പ്ലേസ് ചെയ്തിരിക്കുന്ന ലാർജും സൈസ് എന്ന് പറഞ്ഞ് രണ്ടായിട്ട് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനിടയിലാണല്ലോ ഈ സംഗതികൾ കൊണ്ടുപോയി വെക്കുന്നത്. അതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഈ ചേഞ്ച് ദ ലൊക്കേഷൻ ഓഫ് ദ വാൾ ഐറ്റം ഡിസ്കസിങ് ആസ് ദേ ഗോ. അപ്പം എന്നിട്ട് എന്ത് ചെയ്യണം? ഓരോന്നും ഡിസ്കഷൻ എടുക്കുകയാണ്. ഓരോന്നിനും ഡിസ്കഷൻ എടുത്തതിന് ശേഷം അതിൻ്റെ ലൊക്കേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു. വൺസ് ടീംസ് ഫിനിഷ് എഡിറ്റിംഗ് ദ വാൾ ദേ ക്യാൻ ഫൈനലൈസ് ദ പ്രോഡക്റ്റ് ബാക്ക്ലോഗ് ഐറ്റം ഇൻ ദെയർ പൊസിഷൻ. അപ്പം ആ പൊസിഷനിൽ അവരെന്ത് ചെയ്യുന്നു? അവരതിനെ ഫൈനലൈസ് ചെയ്ത് അതിൻ്റെ പ്രയോറിറ്റി ആയിട്ട് തീരുമാനിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഫൈനലൈസ്ഡ് പ്രോഡക്റ്റ് ബാക്ക്ലോഗ് അവർ ക്രിയേറ്റ് ചെയ്യുന്നു. However, just before this, the product owner may step in if they spot a discrepancy between what the team members have estimated in comparison to their ideas. അവരുടെ ഐഡിയാസിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടാണോ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനിടയിൽ ആര് കയറി വരും? പ്രോഡക്റ്റ് ഓണർ കയറി വരും. Then using a project backlog management tool can help ensure that the finalized estimations are saved. അപ്പോൾ ഇവിടെ ഒരു പ്രോജക്റ്റ് ബാക്ക്ലോഗ് മാനേജ്മെന്റ്, അതായത് പ്രോഡക്റ്റ് ബാക്ക്ലോഗ് മാനേജ്മെന്റ് ടൂള് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദിസ് ഈസ് എ ഗുഡ് ടെക്നിക് ടു യൂസ് ഫോർ എ സ്മോളർ ടീം. ഒരു ചെറിയ ടീമിന് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു മെക്കാനിസമാണ് ഏതെന്ന് പറയുന്നത് ഈ affinity mapping എന്ന് പറയുന്നത്. ഓൾസോ ഇഫ് യു ഹാവ് എ ലാർജ് നമ്പർ ഓഫ് ബാക്ക്ലോഗ് ഐറ്റംസ് ദിസ് ഈസ് എ ബാഡ് ചോയ്സ്. ഒരുപാട് ബാക്ക്ലോഗ് ഐറ്റംസ് ഉള്ളതാണെങ്കിൽ ഇത് അത്ര നല്ല ചോയ്സ് അല്ല. യു മൈറ്റ് ഫൈൻഡ് ഇറ്റ് ടു ബി എ ടൈം കൺസ്യൂമിങ് വിത്ത് ടു മെനി ഐറ്റംസ്. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിൽ വളരെയധികം ടൈം കൺസ്യൂമിങ് ആയി മാറിപ്പോകും. ഇത് അപ്പോൾ അവിടെ എസ്റ്റിമേഷൻ അവിടെ കഴിഞ്ഞു. ഇനി അടുത്തത് സ്ക്രം ഫേസസ് ആൻഡ് പ്രോസസ്സ് ആണ്. ഏതൊക്കെയാണ് സ്ക്രമിൻ്റെ ഫേസുകൾ, അതിൻ്റെ പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ആദ്യം ഫേസുകളാണ്. അത് ഇനിഷ്യേറ്റ് ഫേസ് എന്നുള്ളതാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് പ്ലാൻ ഫേസ്, പ്ലാൻ ആൻഡ് എസ്റ്റിമേറ്റ്. മൂന്നാമത്തേത് ഇംപ്ലിമെൻറ്റ്. നാലാമത്തേത് റിവ്യൂ ആൻഡ് റെട്രോസ്പെക്ട്. ആൻഡ് ഫൈനലി ദ റിലീസ്. ഇവിടെ this phase includes the process related to initiation of the project, creating the project vision, identify the scrum master, stakeholders ആരൊക്കെയാണ്, form scrum team, then define epics, prioritize the product backlog and conduct the release planning. അപ്പോൾ ആദ്യത്തെ ഫേസ് എടുത്താൽ ഇത്രയും കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അടുത്തതിൽ നോക്കാം. രണ്ടാമത്തെ ഫേസ് ആണ് പ്ലാൻ ആൻഡ് എസ്റ്റിമേറ്റ്. ദിസ് ഫേസ് കൺസിസ്റ്റിംഗ് ഓഫ് പ്രോസസ് റിലേറ്റഡ് ടു പ്ലാനിംഗ് ആൻഡ് എസ്റ്റിമേറ്റിംഗ് ടാസ്ക്സ് വിച്ച് ഇൻക്ലൂഡ്സ് യൂസർ സ്റ്റോറി ക്രിയേഷൻസ്, അപ്രൂവൽ ഓഫ് ഇറ്റ്, എസ്റ്റിമേഷൻ ഓഫ് ദി യൂസർ സ്റ്റോറീസ്, ദെൻ കമ്മിറ്റ് യൂസർ സ്റ്റോറീസ്, ഒക്കെ ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്, ദെൻ ക്രിയേറ്റ് ദി ഇൻഡിവിജ്വൽ ടാസ്ക്സ്, എസ്റ്റിമേറ്റ് ദ ടാസ്ക്സ് ആൻഡ് ക്രിയേറ്റ് ദി സ്പ്രിന്റ് ബാക്ക്ലോഗ്. ഈ ടേമുകളെല്ലാം നമുക്ക് ഫെമിലിയർ ആണ്.
മൂന്നാമത്തേത് ഇംപ്ലിമെന്റേഷൻ ഫേസ് ആണ്. ദിസ് ഫേസ് ഈസ് റിലേറ്റഡ് ടു ദി എക്സിക്യൂഷൻ ഓഫ് ദി ടാസ്ക് ആൻഡ് ആക്ടിവിറ്റീസ് ടു ക്രിയേറ്റ് എ പ്രോജക്ട്സ് പ്രോഡക്റ്റ്. അപ്പോൾ ആ പ്രോജക്റ്റിന്റെ ടാസ്ക് എക്സിക്യൂഷനും അതിന്റെ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസും ആണ് ഇതിൽ പറയുന്നത്. These activities including creating the various deliverables, conducting the daily stand-up meetings, and grooming. Grooming means reviewing, fine-tuning, and regularly updating. ഇപ്പോൾ ഗ്രൂമിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സ്പ്രിന്റ് ബാക്ക്ലോഗ് ഒരെണ്ണം ഐറ്റം കിട്ടിയാൽ അതിനെ അങ്ങനെ തന്നെ നമുക്ക് എടുത്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ പോയി നമ്മൾ ആ ഡീറ്റെയിൽസിൽ പോയിട്ട് ആ ബാക്ക്ലോഗിൻ്റെ ഐറ്റംസിനെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തെടുക്കുന്ന മെക്കാനിസമാണ് ഗ്രൂമിംഗ് എന്ന് പറയുന്നത്. അടുത്ത ഫേസ് ആണ് റിവ്യൂ ആൻഡ് റെട്രോസ്പെക്ട്. ദിസ് ഫേസ് ഈസ് കൺസേൺഡ് വിത്ത് റിവ്യൂവിംഗ് ദ ഡെലിവറബിൾസ് ആൻഡ് ദ വർക്ക് ദാറ്റ് ഹാസ് ബീൻ ഡൺ ആൻഡ് ഡിറ്റർമിനിങ് വേസ് ടു ഇംപ്രൂവ് ദ പ്രാക്ടീസസ് ആൻഡ് മെത്തേഡ്സ് യൂസ്ഡ് ടു ദ വർക്ക്. അപ്പോൾ ഇതിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ ഒന്ന് റിവ്യൂ ചെയ്തു, അതിൻ്റെ ഡെലിവറബിൾസിനെ എല്ലാം റിവ്യൂ ചെയ്തു, അതായത് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഒന്ന് റിവ്യൂ ചെയ്തു. ഇനി ഇതിൻ്റെ പ്രാക്ടീസുകളെയും വർക്കുകളെയും ഒക്കെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഡിസ്കഷനാണ് റിവ്യൂ ആൻഡ് റെട്രോസ്പെക്റ്റിൽ നടക്കുന്നത്. പിന്നീട് റിലീസാണ്. ദിസ് ഈസ് ദി ഫൈനൽ അക്സെപ്റ്റഡ് ഡെലിവറബിൾസ്. നമ്മൾ അതിൻ്റെ ആവശ്യമായ ഡോക്യുമെൻറ്റേഷൻസും എല്ലാം കൊടുത്ത് ഇത് റിലീസ് ചെയ്യുന്ന മെക്കാനിസമാണ് അഞ്ചാമത്തെ ഫേസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് തന്നെ ഒന്ന് നോക്കാവുന്നതേ ഉള്ളൂ. അതായത് ഓരോ സ്റ്റേജിലും ഏതൊക്കെ പ്രോസസ്സുകളാണ്, ഫേസ് ആൻഡ് പ്രോസസ്സ്, ഏതൊക്കെ പ്രോസസ്സുകളാണ് നടക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്കിത് കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ്. ഇത് ഓരോ പ്രോജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഓരോ സ്റ്റേജിൻ്റെയും ഓരോ ഫേസിൻ്റെയും ആ പറയുന്ന സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്. ഒന്ന്, ക്രിയേറ്റ് എ പ്രോജക്റ്റ് വിഷൻ. എന്താണെന്നറിയാമല്ലോ വിഷൻ? നമ്മൾ എന്താണ് ഈ പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്രോഡക്റ്റ് ഓണർ ആരായിരിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതാണ്. അതിൽ സ്ക്രം മാസ്റ്റർ ആരായി? രണ്ടാമത്തത് ഐഡന്റിഫൈ സ്ക്രം മാസ്റ്റർ ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉള്ളതാണ്. സ്ക്രം മാസ്റ്ററെയും ചില സെലക്ഷൻ ക്രൈറ്റീരിയ ഉപയോഗിച്ച് നമ്മൾ സ്ക്രം മാസ്റ്ററെയും സ്റ്റേക്ക് ഹോൾഡേഴ്സിനും കണ്ടിരിക്കുന്നു. ദെൻ ഇതിനകത്ത് ഫോമിംഗ് ദി സ്ക്രം ടീം, അവരുടെ റെസ്പോൺസിബിലിറ്റി അനുസരിച്ച് ചില സെലക്ടിങ് ക്രൈറ്റീരിയ വെച്ചിട്ട് ടീം മെമ്പേഴ്സിനെ കണ്ടെത്തുന്നു. ദെൻ ഡെവലപ്പ് ദി എപ്പിക്സ്. ഈ എപ്പിക്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ കഴിഞ്ഞ ദിവസം ഒരു ഫിഗർ കാണിച്ചിരുന്നു നമ്മൾ. എന്നാൽ അതിനെയും കാണിച്ചു തരാം ഞാൻ. ഒരു എപ്പിക് എന്ന് പറയുന്നത് ഒരു വലിയ പ്രോജക്റ്റിന്റെ ഒരു സബ് മോഡ്യൂൾ പോലുള്ള ഒരു കോണ്ടെക്സ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു എപ്പിക് എന്ന് പറയുന്നത്. ഒരു എപ്പിക് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മോഡ്യൂൾ അല്ലെങ്കിൽ ഒരു സബ് പ്രോഗ്രാം. ഒരു സബ് പ്രോഗ്രാം ലൈറ്റ് സ്റ്റൈലിലുള്ള ഒരു സാധനമാണ് എപ്പിക്സ്. അപ്പോൾ ആ ലെവലിലുള്ള ഒരു എന്താ പറയുക, ഒരു ഡിവിഷൻ നമ്മൾ നടത്തിയിട്ട് ഒരു ഗ്രൂപ്പുകളായിട്ട് നമ്മൾ അതിനെ തിരിക്കുന്നു. ദെൻ ക്രിയേറ്റ് പ്രയോറിറ്റൈസ്ഡ് ബാക്ക്ലോഗ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ എപ്പിക് ക്രിയേഷൻ കഴിഞ്ഞാൽ നമുക്ക് യൂസർ സ്റ്റോറീസ് എടുക്കാം. ആ യൂസർ സ്റ്റോറീസിൽ നിന്ന് നമുക്ക് ക്രൈറ്റീരിയ എന്താണ്, പ്രോഡക്റ്റ് ബാക്ക്ലോഗ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ കണ്ടക്ട് റിലീസ് പ്ലാനിങ്, ഇത് എന്ന് റിലീസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്ലാൻ കൂടി നമ്മൾ ഉണ്ടാക്കുക. രണ്ടാമത്തതിൽ നമ്മളിവിടെ പറഞ്ഞു എന്താണ്, പ്രയോറിറ്റൈസ്ഡ് പ്രോഡക്റ്റ് ബാക്ക്ലോഗ് ഉണ്ടാക്കണം. അതായത് എപ്പിക്കുകളെ റിഫൈൻ ചെയ്തിട്ട് എലാബറേറ്റ് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞാൽ നേരെ എത്തുന്നത് രണ്ടാമത്തെ ഫേസിലാണ്, പ്ലാൻ ആൻഡ് എസ്റ്റിമേറ്റ്. അതിൽ യൂസർ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ യൂസർ സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. യൂസർ സ്റ്റോറീസ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദി ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി റിക്വയർമെൻറ്റ്. ഒരു റിക്വയർമെൻറ്റിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് ആ പറയുന്നത്. ആ റിക്വയർമെൻറ്റ് ഡിസ്ക്രിപ്ഷൻ പല ഫോമുകളിൽ നമ്മൾ എഴുതുന്നുണ്ട്. ദെൻ അപ്രൂവ്, എസ്റ്റിമേറ്റ് ആൻഡ് കമ്മിറ്റ് ദ യൂസർ സ്റ്റോറീസ്. അപ്പോൾ ഈ യൂസർ സ്റ്റോറി കഴിഞ്ഞ് നമുക്ക് ആ യൂസർ സ്റ്റോറി അങ്ങനെ തന്നെ എടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ യൂസർ സ്റ്റോറി അപ്രൂവ് ചെയ്യണം. കാരണം ഇത് ചെയ്യാൻ പറ്റുന്നതാണോ പറ്റാത്തതാണോ അല്ലെങ്കിൽ ഇന്ന സ്പ്രിന്റിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണോ എന്നൊക്കെയുള്ള ഒരു തീരുമാനം എടുക്കണ്ടേ. അപ്പോൾ അതിനെ അപ്രൂവ് ചെയ്യുക, എസ്റ്റിമേറ്റ് ചെയ്യുക, കമ്മിറ്റ് ചെയ്യുക,
ആ യൂസർ സ്റ്റോറി ഓക്കെ ഇത് കമ്മിറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ചെയ്യാൻ പറ്റും എന്ന് എഴുതാം. ദെൻ ക്രിയേറ്റ് ദ ടാസ്ക്സ്. അപ്പോൾ യൂസർ സ്റ്റോറി കിട്ടിയാൽ ആ യൂസർ സ്റ്റോറി നമുക്ക് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് എന്തൊക്കെ ടാസ്കുകളാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. ആ ടാസ്കുകൾ കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ആ ടാസ്കുകൾ കംപ്ലീറ്റ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. ആ ടാസ്കുകളാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. കാരണം ഓരോ ടാസ്കുകളിൽ എത്തുമ്പോൾ മാത്രമല്ലേ നമുക്ക് അറിയാൻ പറ്റൂ അതിന് എത്ര ടൈം വേണ്ടി വരും എന്നുള്ളത്. അങ്ങനെ ആ ടാസ്കുകളും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്പ്രിന്റ് ബാക്ക്ലോഗ് ഉണ്ടാക്കാൻ പറ്റും. കാരണം ഒരു സ്പ്രിന്റ് എന്ന് പറയുന്നത് 2 to 4 വീക്സിന്റെ ഗ്യാപ്പാണ്. അപ്പോൾ 2 to 4 വീക്സിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ നമുക്ക് 2 to 4 വീക്സിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ഒരു സ്പ്രിന്റ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അങ്ങനെ പല സ്പ്രിന്റുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ദെൻ തേർഡ് പ്രോസസ് ഇംപ്ലിമെന്റേഷൻ ആണ്. ക്രിയേറ്റ് ദി ഡെലിവറബിൾസ്. ആക്ച്വലി എന്താണ് ഈ സ്പ്രിന്റിനെ ഡെലിവറബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദാറ്റ് മീൻസ് യു ആർ ക്രിയേറ്റിംഗ് ദി പ്രോഡക്റ്റ്. ദെൻ അതിനിടയിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് കണ്ടക്ട് ഡെയിലി സ്റ്റാൻഡപ്പ് മീറ്റിംഗ്സ്. അപ്പോൾ ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സ്റ്റാൻഡപ്പ് മീറ്റിംഗ്സുകൾ നടത്തുക. 15 മിനിറ്റിൻ്റെ സ്റ്റാൻഡപ്പ് മീറ്റിംഗ് നടത്തുക. എന്നിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സ് നോക്കുക. ദെൻ ഗ്രൂം ദി പ്രയോറിറ്റൈസ്ഡ് പ്രോഡക്റ്റ് ബാക്ക്ലോഗ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് ബാക്ക്ലോഗ് എടുത്ത് സ്പ്രിന്റിലേക്ക് എത്തുന്നതിന് മുമ്പ്, സ്പ്രിന്റിലെത്തിയ നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, അതിനകത്ത് വേണ്ടുന്ന ടാസ്കുകൾ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രോഡക്റ്റ് ബാക്ക്ലോഗിൽ നിന്നൊരു സ്പ്രിന്റ് ബാക്ക്ലോഗ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ഓർഡറും അതിൻ്റെ ഒരു റിലേഷൻഷിപ്പും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ സ്പ്രിന്റ് ഉണ്ടാക്കുന്നത്. അപ്പം ആ സ്പ്രിന്റുകളെ നമ്മൾ എടുക്കുന്ന മെക്കാനിസമാണ് ഏതെന്ന് പറയുന്നത് സ്പ്രിന്റ് ബാക്ക്ലോഗ് ക്രിയേഷൻ. അപ്പം ഗ്രൂം ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അതിനെയാണ്. അടുത്തത് റിവ്യൂ ആണ്. കൺവീൻ ദ സ്ക്രം ഓഫ് സ്ക്രം. അപ്പം നമ്മൾ കുറേ എപ്പിക്സുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ കുറേ എപ്പിക്സുകൾ ഉണ്ടാവും, കുറേ സബ് മോഡ്യൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ സബ് മോഡ്യൂൾസിനുള്ളിലാണ് നമുക്ക് യൂസർ സ്റ്റോറീസ് വരിക. ആ യൂസർ സ്റ്റോറീസിൻ്റെ ഇടയിലാണ് ടാസ്ക് വരിക. അപ്പം ഇതിനെ ഒരു സ്ക്രമ്മാണ്, ഇതൊരു സ്ക്രമ്മാണ്, ഇതൊരു സ്ക്രമ്മാണ്. അപ്പോൾ സ്ക്രം ഓഫ് മീറ്റിംഗ് ഓഫ് സ്ക്രം എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ വലിയ പ്രോജക്റ്റിൻ്റെ മീറ്റിംഗ് ആയി മാറുമല്ലോ. എന്നിട്ട് ഓരോ കൊളാബറേറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് കൊളാബറേറ്റ് ചെയ്യുക ആൻഡ് ട്രാക്ക് ദ റെസ്പെക്റ്റീവ് പ്രോഗ്രസ്. ഇതിൻ്റെ ഓരോരുത്തരുടെയും പ്രോഗ്രസ് റെസ്പെക്ട് ചെയ്യുന്ന മെക്കാനിസമാണ് കൺവീൻ ദി സ്ക്രം ഓഫ് സ്ക്രം. ദെൻ ഡെമോൺസ്ട്രേറ്റ് ആൻഡ് വാലിഡേറ്റ് ദ സ്പ്രിന്റ്. നമ്മൾ ഇത് ചെയ്ത ഓരോ സ്പ്രിന്റിനെയും ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ആ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ട് അതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, ആ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് പ്രോഡക്റ്റ് ഓണർ അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സോ ആയിട്ട് ഡിസ്കസ് ചെയ്യുക. എന്നിട്ടതിനെ എന്ത് ചെയ്യാം, എന്നിട്ടതിനെ വാലിഡേറ്റ് ചെയ്യുക. ആൻഡ് ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ആ ചേഞ്ചസ് വരുത്തുക. ദെൻ റെട്രോസ്പെക്ട് സ്പ്രിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു സ്പ്രിന്റ് റിവ്യൂ മീറ്റിംഗ് ഇവിടെ നടത്തുന്നു. ഇത് കഴിഞ്ഞാൽ ഒരു സ്പ്രിന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഇനി പെൻഡിങ് ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ മോഡിഫൈ ചെയ്യാനുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ടൊരു മീറ്റിംഗ് നടത്തുന്നു. അതിൽ പ്രോഡക്റ്റ് ഓണറും ഉണ്ടാവും. അയാൾക്ക് വേണ്ടുന്ന ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതും അയാൾ പറയും. റെട്രോസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ടീമിൻ്റെ മാത്രമാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഇതിനെ തൊട്ട് മുന്നേ ചെയ്തതിൽ എന്ത് ആണ് ലെസൺസ് ആണ് ലേൺ ചെയ്തത് എന്നറിയുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ അടുത്ത വരുന്ന സ്പ്രിന്റുകളിൽ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് നമുക്ക്, അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ്, അല്ലെങ്കിൽ ഫോർ ഇംപ്രൂവ്മെന്റ്, അതായത് അതിന് പറയുന്നത് എഗ്രീഡ് ആക്ഷനബിൾ ഇംപ്രൂവ്മെന്റ്സ് എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റും എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഫൈനലി റിലീസാണ്. അത് ഷിപ്പിംഗ് ദ ഡെലിവറബിൾസ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഡെലിവറബിൾ ഐറ്റംസ് ആളിന് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ റെട്രോസ്പെക്റ്റീവ് ഓഫ് ദി പ്രോജക്റ്റ്. കാരണം എന്താണ് നമ്മുടെ സ്പ്രിന്റിന്റെ റെട്രോസ്പെക്റ്റീവ് അല്ലിത്, ഇത് ടോട്ടൽ പ്രോജക്റ്റിന്റെ റെട്രോസ്പെക്റ്റീവ് ആണ്. ആ പ്രോജക്റ്റിൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് വന്നിരുന്നത് എന്ന് മനസ്സിലാക്കുക. അതിൽ നിന്ന് നല്ല പ്രാക്ടീസുകൾ എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. സ്ക്രം റോൾസ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പ്രോഡക്റ്റ് ഓണർ എന്ന് പറയുന്ന ഒരെണ്ണം, രണ്ടാമത്തേത് സ്ക്രം മാസ്റ്റർ, മൂന്നാമത്തേത് എന്താണ് ഡെവലപ്മെന്റ് ടീം. അപ്പോൾ ഇതിൽ ഓരോരുത്തരുടെയും ഡ്യൂട്ടീസ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്
define the requirements and verifies that product meets the requirements. അയാൾ പറഞ്ഞ requirements അയാളാണ് പറയുക. ആ requirements എല്ലാം കൊടുത്ത പ്രോഡക്റ്റിൽ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. Then set the requirement priorities. റിക്വയർമെന്റിനെ prioritize ചെയ്യുക. Then keeps the stakeholders posted on the project status. ഇപ്പോൾ സ്റ്റേക്ക്ഹോൾഡേഴ്സിന് അവരുടെ പ്രോജക്റ്റിന്റെ സ്റ്റാറ്റസിനെ അപ്ഡേറ്റ് ചെയ്യാം. ആ പ്രോഡക്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക മുതലായ കാര്യങ്ങൾ. പ്ലാൻ ആൻഡ് അനൗൺസസ് ദ റിലീസസ്. ഇപ്പോൾ റിലീസ് എന്ന് ചെയ്യണ്ടാവും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാം. പ്രൊവൈഡ്സ് എ പോയിന്റ് ഓഫ് കോൺടാക്ട് ബിറ്റ്വീൻ ദ സ്റ്റേക്ക് ഹോൾഡർ ആൻഡ് ദി ഡെവലപ്പേഴ്സ്. ഡെവലപ്പേഴ്സിനും സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഇടയിലുള്ള ഒരു ആളാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ പ്രോഡക്റ്റ് ഓണർ എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് സ്ക്രം മാസ്റ്റർ. ഈ സ്ക്രമ്മിൻ്റെ അതിനു മുമ്പ് പറയേണ്ടത് ടീം മെമ്പറാണ്. ദീസ് ആർ ദ സെൽഫ് ഓർഗനൈസ്ഡ് ക്രോസ് ഫങ്ഷണൽ ടീം മെമ്പേഴ്സ് ഹു ബിൽഡ് ദി ആപ്ലിക്കേഷൻ. ഇപ്പോൾ പലതരത്തിലുള്ള ഫങ്ഷണൽ കേപ്പബിലിറ്റീസ് ഉള്ള ആൾക്കാർ ഒന്നിച്ച് ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ടീം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ സെൽഫ് ഓർഗനൈസ്ഡ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ആരും അസൈൻ ചെയ്യുന്നതല്ല, ദേ ആർ സെൽഫ് ഓർഗനൈസ്ഡ്. അങ്ങനെ സെൽഫ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ടീമിലെ മെമ്പേഴ്സാണ്. അപ്പോൾ ഈ സ്ക്രം മാസ്റ്റർ എന്ന് പറയുന്നത് വൺ എമംഗ് ദ ടീം മെമ്പർ ആണ്. അയാൾ എന്താണ് പറയുന്നത്? എനേബിൾസ് ദ ടീം ഫോളോസ് എ ഗുഡ് സ്ക്രം പ്രാക്ടീസ്, ചലഞ്ചസ് ദ ടീം ടു ഇംപ്രൂവ് ഫ്രം സം ലീഡ്സ് മീറ്റിംഗ്സ്. ഇപ്പോൾ മീറ്റിംഗ് ലീഡ് ചെയ്യുക, സ്ക്രമിൻ്റെ പ്രാക്ടീസുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക, ടീമിന് ഇംപ്രൂവ് ചെയ്യാനുള്ള ചലഞ്ചസ് കൊടുക്കുക മുതലായ കാര്യങ്ങളാണ് സ്ക്രം മാസ്റ്റർ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കാനുള്ളത്, സ്ക്രം മാസ്റ്റർ എന്ന് പറയുന്ന ആൾ പ്രോജക്റ്റ് മാനേജറുടെ അല്ല. കാരണം ഇറ്റ്സ് എ സെൽഫ് ഓർഗനൈസിങ് ടീം. ഇറ്റ്സ് ബിക്കോസ് ഇറ്റ് ഗൈഡ്സ് ഇറ്റ് സെൽഫ്. അപ്പോൾ അതിൽ നിന്ന് ഒരാളാണ് വരിക, അല്ലാതെ ഒരു പ്രോജക്റ്റ് മാനേജർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് അല്ല. Then it even says that adding a project manager to Scrum project makes things harder. അപ്പോൾ ഒരിക്കലും പ്രോജക്റ്റ് മാനേജർ എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഏതിൽ വരത്തില്ല? സ്ക്രം മാസ്റ്ററിൽ അല്ലെങ്കിൽ സ്ക്രമ്മിൽ വരത്തില്ല. ഡ്യൂറിങ് ഈച്ച് iteration, each team member helps to handle all the typical tasks due to write a decent piece of software. അപ്പോൾ ഈ ഡെവലപ്മെൻറ്റിലുള്ള എല്ലാ സംഗതികളിലേക്കും എല്ലാ ടീം മെമ്പറും പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പ്രോഡക്റ്റ് ബാക്ക്ലോഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ദ ഓർഡേർഡ് ലിസ്റ്റ് ഓഫ് എവറിഥിങ് ദാറ്റ് ഈസ് നോൺ ടു ബി നീഡഡ് ഇൻ ദ പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റിൽ വേണ്ട എല്ലാ കാര്യങ്ങളുടെയും കൂടി ഒരു ലിസ്റ്റാണ് ഏതെന്ന് പറയുന്നത് പ്രോഡക്റ്റ് ബാക്ക്ലോഗ് എന്ന് പറയുന്നത്. അതിൻ്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾ പ്രോഡക്റ്റ് ഓണറാണ്. പ്രോഡക്റ്റ് ഓണർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി പ്രോഡക്റ്റ് ബാക്ക്ലോഗ്. അതിൻ്റെ കണ്ടന്റ്, അവൈലബിലിറ്റി, ഓർഡറിങ്, ഇതെല്ലാം ഈ പ്രോഡക്റ്റ് ഓണറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അടുത്തതാണ് സ്പ്രിന്റ് ബാക്ക്ലോഗ് എന്ന് പറയുന്നത്. ഇസ് ദ സെറ്റ് ഓഫ് പ്രോഡക്റ്റ് ബാക്ക്ലോഗ് ഐറ്റം സെലക്ടഡ് ഫോർ എ സ്പ്രിന്റ്. ഒരു സ്പ്രിന്റ് ചെയ്യാൻ വേണ്ടി വരുന്ന പ്രോഡക്റ്റ് ബാക്ക്ലോഗ് ഐറ്റംസും അതുപോലെ എ പ്ലാൻ ഫോർ ഡെലിവറിങ് ദ പ്രോഡക്റ്റ്, അതിൻ്റെ കൂടെ ഒരു ഡെലിവർ ചെയ്യാനുള്ള ഒരു പ്ലാനും വേണം. ഇൻക്രിമെൻ്റൽ ആൻഡ് റിയലൈസിങ് ദ സ്പ്രിന്റ് ഗോൾ. സ്പ്രിന്റിൻ്റെ ഗോൾ എന്താണെന്ന് മനസ്സിലാക്കി അത് ഇൻക്രിമെൻ്റലായിട്ടും ഡെലിവർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാനും കൂടി ഉള്ള ഒരു സാധനമാണ് സ്പ്രിന്റ് ബാക്ക്ലോഗ് എന്ന് പറയുന്നത്. So the sprint backlog is a forecast by development team about what functionality be in the next increment. അടുത്ത ഇൻക്രിമെന്റിൽ എന്ത് ഫങ്ഷണാലിറ്റി ആണ് ഉള്ളത് എന്നറിയാനുള്ള ഒരു ഫോർകാസ്റ്റ് ആണ്. ആൻഡ് ദ വർക്ക് നീഡഡ് ടു ഡെലിവർ ദറ്റ് ഫങ്ഷണാലിറ്റി ഇൻ ടു എ ഡൺ ഇൻക്രിമെന്റ്. ആ ഫങ്ഷണാലിറ്റിയിൽ ഒരു വർക്ക് ഡൺ എന്നുള്ള പോയിന്റിലേക്ക് മാറ്റാൻ എത്ര വർക്ക് വേണ്ടി വരും എന്ന് കണക്കുകൂട്ടാനും കൂടെയുള്ള ഒരു മെക്കാനിസമാണ് പ്രോഡക്റ്റ് ബാക്ക്ലോഗ് എന്ന് പറയുന്നത്.
Then product planning is an event in Scrum framework where the team determines the product backlog item they will work on during a sprint and discusses their initial plan for completing those product backlog items. അപ്പോൾ ഒരു സെറ്റ് ഓഫ് പ്രോഡക്റ്റ് ബാക്ക്ലോഗ് ഐറ്റംസ് സെലക്ട് ചെയ്ത് ഒരു സ്പ്രിന്റ് ആക്കിയിട്ട് ആ സ്പ്രിന്റ് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം വേണം അല്ലെങ്കിൽ അവരുടെ പ്ലാൻ എന്താണ് എന്ന് പറയുന്നതാണ് സ്പ്രിന്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. സ്പ്രിന്റ് പ്ലാനിംഗ് ഇൻവോൾവ്സ് ദ എൻറ്റയർ ടീം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് സ്പ്രിന്റ് പ്ലാനിംഗ്. Then sprint review is a formal meeting which the development team the scrum master and the product owner and the stakeholders will attend. എല്ലാവരും കൂടി അറ്റൻഡ് ചെയ്യുന്ന ഒരു മീറ്റിംഗ് ആണ്. ഇതില് പ്രോഡക്റ്റ് ഇതില് സ്ക്രമ്മിന്റെ ആൾക്കാർ മാത്രമേ ഉണ്ടാവത്തുള്ളൂ, സ്പ്രിന്റിന്റെ ആൾക്കാർ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. പക്ഷെ ഇവിടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് വരെയുള്ള മെമ്പേഴ്സ് ഉണ്ടാവും. ദ ടീം ഗിവ്സ് എ ഡെമോ ഓൺ പ്രോഡക്റ്റ് ആൻഡ് വിൽ ഡിറ്റർമിൻ വാട്ട് ആർ ഫിനിഷ്ഡ് ആൻഡ് വാട്ട് ആർ നോട്ട്. അപ്പൊ ഇതിൽ എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്തു, ഇനി എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിലിംഗ് ആണ് നടക്കുക. റെട്രോസ്പെക്റ്റീവ് opportunity is an opportunity from Scrum team to inspect itself and create a plan for improvements to be enacted during the next sprint. അടുത്ത സ്പ്രിന്റിൽ കൊണ്ടുവരേണ്ട ഇംപ്രൂവ്മെന്റ്സ് എന്തൊക്കെയാണ്, അതായത് പ്രാക്ടീസ് ഇംപ്രൂവ്മെന്റ് ആകാം, അല്ലെങ്കിൽ വേർ ദേ ഹാവ് വെന്റ് റോങ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. റെട്രോസ്പെക്റ്റീവ് occurs after the sprint review and prior to the next sprint planning. അപ്പോൾ സ്പ്രിന്റ് റിവ്യൂവിന് ശേഷവും അടുത്ത ഐറ്ററേഷന്റെ സ്പ്രിന്റ് പ്ലാനിങ്ങിന് മുമ്പുമാണ് ഇത് നടക്കുക. This is at most a 3-hour meeting or for 1 month sprint. For shorter sprints it's shorter. ഇപ്പൊ ഇതിന്റെ ഒരു 3 hour വരെ പോകാം. അതായത് ഒരു 1 month സ്പ്രിന്റിനാണെങ്കിൽ it take up to 3 hours. അത് നോക്കട്ടെ, അത് കാര്യമില്ല. The Scrum Master ensures that the event takes place and the attendants understand its purpose. ഇത് പർപ്പസ് മനസ്സിലാവണം, എന്തിനു വേണ്ടിയാണ് ഇത് നടത്തുന്നതെന്നുള്ള പർപ്പസ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്. This is the opportunity for the Scrum team to improve. അപ്പോൾ സ്ക്രം ടീമിനെ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു മെക്കാനിസമാണ്. ആൻഡ് ഓൾ മെമ്പേഴ്സ് ഷുഡ് ബി ഇൻ അറ്റൻഡൻസ്. അല്ല, എല്ലാ ആൾക്കാരും അതിൽ പങ്കെടുക്കുകയും വേണം. ഇതിൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യപ്പെടുക. ഒന്ന്, വാട്ട് വെന്റ് വെൽ ഇൻ ദ സ്പ്രിന്റ്. ആ സ്പ്രിന്റിൽ എന്താണ് നല്ലതായിട്ട് പോയത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ വൃത്തിയായിട്ട് ചെയ്തത്. വാട്ട് കുഡ് ബി ഇംപ്രൂവ്ഡ്, ഏതൊക്കെ കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമായിരുന്നു. വാട്ട് വിൽ യു കമ്മിറ്റ് ടു ഇംപ്രൂവ് ദ നെക്സ്റ്റ് സ്പ്രിന്റ്. അടുത്ത സ്പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഇംപ്രൂവ്മെന്റ് ആണ് കമ്മിറ്റ് ചെയ്യാൻ പറ്റുക. ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ ഡിസ്കസ് ചെയ്യുന്നത്, ഈ സ്പ്രിന്റ് റെട്രോസ്പെക്റ്റീവിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതതിൻ്റെ പ്രോസസ്സാണ് അടുത്തതിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, കാരണം ഇതിൽ വലുതായിട്ടൊന്നും പറയാനില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ വരുന്നത്. നിങ്ങൾക്കതൊന്ന് വായിച്ച് നോക്കാവുന്ന കാര്യമുള്ളൂ. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഈ വീഡിയോ കേട്ടിട്ട് ഇതിൻ്റെ കറസ്പോണ്ടിങ് സ്ലൈഡ് എടുത്തിട്ട് ആ സ്ലൈഡിൽ നിങ്ങൾ ഈ സ്ലൈഡ് കൃത്യമായിട്ട് നോക്കി പോവുക. അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോവും. പിന്നിട്ടുള്ളൊരു കാര്യമാണ് acceptance test. The acceptance test for a story are used to determine whether the story is completed to the point where the customer can accept that part of the software as complete. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് പറഞ്ഞിരിക്കുന്നതാണ് അക്സെപ്റ്റൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അക്സെപ്റ്റൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു യൂസർ സ്റ്റോറി കസ്റ്റമർ അക്സെപ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ആ കണ്ടീഷൻസിനെയാണ് അക്സെപ്റ്റൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്.
So this means that the customer is responsible for specifying the test. ഇപ്പോൾ കസ്റ്റമർ തന്നെയാണ് എന്ത് ടെസ്റ്റ് ചെയ്യണം എന്ന് പറയേണ്ടത്. Often though the customer will have some help from a tester who is assigned to the project. അതിന് ഈ ആരാണ് കസ്റ്റമർക്ക് ഈ നമ്മുടെ ടീമിലുള്ള ടെസ്റ്ററുടെ സഹായം ഏറ്റെടുക്കാം. അത് എന്ത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടെസ്റ്റിംഗ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. An additional benefit of this is that beyond generating a list of acceptance tests, it leads to further conversation between product owners and the programmers. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ബിറ്റ്വീൻ ദ പ്രോഡക്റ്റ് ഓണർ ആൻഡ് ദ പ്രോഗ്രാമേഴ്സ് ഉണ്ടാക്കി കൊടുക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. ഇതാണ് ഒരു എക്സാമ്പിൾ. ഈ ഒരൊറ്റ കേസ് എടുക്കുക. ഇതൊരു നമ്മുടെ ഒരു ടെസ്റ്റ് കേസാണ്, യൂസർ കേസാണ് എഴുതിയിരിക്കുന്നത്, യൂസർ സ്റ്റോറിയാണ് എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ ഇറ്ററേഷനിൽ ഒരെണ്ണം എടുക്കുക. എ യൂസർ ക്യാൻ ഡു ബേസിക് സിമ്പിൾ സെർച്ച് ദാറ്റ് സെർച്ചസ് ഫോർ എ വേർഡ് ഓർ ഫേസ് ഇൻ ബോത്ത് ദി ഓതർ ആൻഡ് ടൈറ്റിൽ ഫീൽഡ്. ഇതൊരു ബുക്ക് സെർച്ച് ചെയ്യുന്ന മെക്കാനിസമാണ്. ബുക്ക് സെർച്ച് ചെയ്യുന്ന മെക്കാനിസം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. നമ്മളിപ്പോൾ ലൈബ്രറി പോയാൽ പിന്നെ കാറ്റലോഗ് സെർച്ച് ചെയ്യുന്നിടത്ത് നമ്മൾ രണ്ട് തരത്തിലുള്ള സെർച്ച് എഴുതബിൾ ചെയ്യുക. ഒന്ന് നമ്മളുടെ ഓതറിൻ്റെ പേര് വെച്ചിട്ടുള്ളത്, രണ്ടാമത്തത് ഫീൽഡ് വെച്ചുള്ള ഏത് ഫീൽഡാണ്, നമ്മളുടെ ടൈറ്റിൽ ഫീൽഡ് അല്ലെങ്കിൽ ഓതറുടെ ഫീൽഡ് വെച്ചുള്ള ഒരു സെർച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെർച്ച് ടെസ്റ്റുകളാണ് ഈ പറയുന്നത്. ദ സെർച്ച് features that are prioritized in the first release plan to be considered. ഒന്ന്, search for a word that is known to be part of the title but unlikely to be an author. For example, navigation. ഒരു ടേം ഉപയോഗിച്ചു. ഈ ടേം ആ ബുക്കിൻ്റെ പേരിലോ അല്ലെങ്കിൽ കണ്ടന്റിലോ വരുന്ന ഒരു വാക്കാണ് നമ്മൾ ഉപയോഗിക്കുക. പക്ഷെ അത് ആരുടെ പേരാവത്തില്ല, പാർട്ട് ഓഫ് എ ടൈറ്റിലാകാം, പക്ഷെ ഓതറുടേത് ആകാൻ സാധ്യതയില്ല, ഓതറുടേതാകാൻ പറ്റത്തില്ല. രണ്ടാമത്തേത് സെർച്ച് ഫോർ എ നെയിം, അത് ടൈറ്റിലാകാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ ജോൺ. അപ്പോൾ ഒരു കീവേഡ് എന്ന് പറയുന്നത് ഒരു പേരിന്റെ ഭാഗമാണെങ്കിൽ അത് എന്താണ്, ഒരു പേരിന്റെ ഭാഗമാണെങ്കിൽ അത് ഓതറായിട്ടും, അതല്ല ഒരു ടൈറ്റിലിന്റെ ഭാഗത്ത് വരാൻ പറ്റുന്നതാണെങ്കിൽ അത് ടൈറ്റിലായിട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. സെർച്ച് ഫോർ എ വേർഡ് ദാറ്റ് ഈസ് അൺലൈക്ലി ടു ബി ഇൻ ഐദർ ഓഫ് ദിസ്. ഫോർ എക്സാമ്പിൾ വൂക്കി എന്നൊരു ടേം. ഇപ്പൊ നമ്മൾ എല്ലാ ബുക്കിലും എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. അപ്പൊ നമ്മൾ ഇതിൽ തന്നെ സെർച്ചുകൾ നടക്കുമ്പോൾ വേർഡ്സ് ലൈക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്, അങ്ങനെയുള്ള ഒരു സെർച്ച്. ഇനി അതിൽ തന്നെ വേറൊരു സെർച്ച് ഫെസിലിറ്റി, യൂസ് ദ വാല്യൂസ് ഫോർ ആദർ ടൈറ്റിൽ ദാറ്റ് മാച്ചസ് അറ്റ്ലീസ്റ്റ് വൺ ബുക്ക്. ഒന്നുകിൽ ഓതറുടെ ടൈറ്റിൽ ഉള്ളതോ അല്ലെങ്കിൽ ഓതറുടെ പേരുള്ളതോ ആയ വാല്യൂ കൊടുത്ത് ചെക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഇത് രണ്ടും പെടാത്ത ഒരു സംഗതി കൊടുത്ത് സെർച്ച് ചെയ്യാം. ഇത് ട്രൂ കേസ് ആയിട്ട് വരും, ഇത് ഫോൾസ് കേസ് ആയിട്ട് വരും. അതല്ലെങ്കിൽ ഒരു ISBN നമ്പർ ഉപയോഗിച്ച് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ് വെലോസിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം. പ്രോജക്റ്റ് വെലോസിറ്റി അല്ലെങ്കിൽ പ്രോജക്റ്റ് വെലോസിറ്റി എന്നൊരു കാര്യം പറഞ്ഞിരുന്നു. വെലോസിറ്റി ഈസ് എ മെഷർ ഓഫ് ദി എമൗണ്ട് ഓഫ് വർക്ക് a team can tackle during a single sprint and is the key metric of the Scrum. ഇപ്പോൾ ഈ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ, ദ എമൗണ്ട് ഓഫ് വർക്ക് എ ടീം ക്യാൻ ടാക്കിൾ. ഒരു ടീമിന് എടുക്കാൻ പറ്റുന്ന വർക്കിൻ്റെ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് പോയിന്റ്സ് കൊടുക്കാൻ പറ്റും. പോയിന്റ്സ് ഫ്രം പാർഷ്യലി കംപ്ലീറ്റഡ് ഓർ ഇൻകംപ്ലീറ്റ് സ്റ്റോറീസ് വുഡ് നോട്ട് ബി കൗണ്ടഡ് ഇൻ കാൽക്കുലേറ്റിംഗ് വെലോസിറ്റി. അപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ടാസ്കുകൾ എത്രയാണോ അത് മാത്രമാണ് നമ്മൾ എന്തിലെടുക്കുന്നത്, നമ്മളിതിൻ്റെ വെലോസിറ്റിയിൽ എടുക്കുന്നത്.
So velocity is a key feedback mechanism for the team. കാരണം എന്താണ്, എത്ര ചെയ്തു, ഇനി എത്ര ചെയ്യാനുണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മെക്കാനിസം കൂടിയാണ് ഏതെന്ന് പറയുന്നത്, ഈ വെലോസിറ്റി എന്ന് പറയുന്നത്. It also facilitates very accurate forecasting of how many stories a team can do in a sprint. ഒരു സ്പ്രിന്റിൽ എത്ര സ്റ്റോറീസ് അല്ലെങ്കിൽ യൂസർ സ്റ്റോറീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു മെഷർ കൂടിയാണ് ഏതെന്ന് പറയുന്നത്, വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇതൊന്ന് വായിച്ചു നോക്കുക ബാക്കി. Then at the end of each iteration, the team adds a effort estimated associated with the user stories that were completed during that iteration. This is the total. This total is called the velocity. Then knowing the velocity, the team can compute an estimate of how long the project will take to complete based on the estimate associated with the remaining stories, and assuming that velocities over the remaining iterations will remain approximately the same. അപ്പോൾ ഒരു സ്പ്രിന്റ് എടുത്തു, ആ സ്പ്രിന്റ് ചെയ്ത് തീർത്തത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 40 പോയിന്റ്സ് ഉള്ള ഒരു യൂസർ സ്റ്റോറി ആയിരുന്നു, അല്ലെങ്കിൽ യൂസർ സ്റ്റോറീസ് മൊത്തത്തിൽ 40 യൂസർ സ്റ്റോറീസ് അല്ലെങ്കിൽ 5 യൂസർ സ്റ്റോറീസിന് 40 കൗണ്ടാണ് ഉണ്ടായിരുന്നത്. 40 ദിവസമായിരുന്നു എന്ന് വിചാരിക്കുക. ഈ 40 ദിവസത്തിൽ ഇത് രണ്ടും 3 എണ്ണവും കൃത്യമായി ചെയ്തു തീർന്നു. സപ്പോസ് 20 ദിവസം കൊണ്ട് ചെയ്തു തീർന്നു. ഇതിന് 20 ദിവസവും കിടപ്പുണ്ട്, പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ടും ഇല്ലെങ്കിൽ ആഫ്റ്റർ 40 ഡേയ്സ് ഇത് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മുടെ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 20 വെലോസിറ്റി. ദിസ് ഇസ് അപ്പോൾ ഈ 20 വെച്ചിട്ട് ഇനിയുള്ള സ്പ്രിന്റുകളുടെ ഏകദേശ ടൈം നമുക്ക് കമ്പ്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. സോ ദിസ് ഈസ് ജനറലി ആക്യുറേറ്റ് പ്രഡിക്ഷൻ, ഈവൻ ദോ റെയർലി എ പ്രിസൈസ് വൺ. അത്ര പ്രിസൈസ് ആണെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ എന്നാലും ഒരു ആക്യുറേറ്റ് ആയിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. The benefit of expected benefit of velocity ആണ്. ഇത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ഇത് വെറും സ്റ്റേറ്റ്മെന്റ്സ് മാത്രമാണ്. ഒന്ന്, worked example. An agile team has been started to work on an iteration planning to complete stories A, B. Then they estimated at 2 points each. അപ്പോൾ എക്ക് 2 പോയിന്റ്, ബിക്ക് 2 പോയിന്റ് ഈച്ച്. ആൻഡ് സ്റ്റോറി സി എസ്റ്റിമേറ്റഡ് അറ്റ് 0.3. 3 പോയിന്റാണ് സിക്ക് വെച്ചിരിക്കുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഐറ്ററേഷൻ സ്റ്റോറി എ ആൻഡ് ബി ആർ 100% കംപ്ലീറ്റ്, ബി 8 ഈസ് ഓൺലി 80% കംപ്ലീറ്റ്. അപ്പോൾ നമ്മുടെ സ്റ്റോറി പോയിന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, 2, 2, 3 എന്നാണ്. ഇത് കംപ്ലീറ്റ് ചെയ്തു. അപ്പം നമ്മുടെ വെലോസിറ്റി എത്രയാണ്? നമ്മുടെ വെലോസിറ്റി 4 പോയിന്റാണ്. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റ് ആണ് ഈ പറയപ്പെടുന്നത്. അപ്പോൾ ഇത് പറയുന്നത് എന്താണ്? എജൈൽ ടീംസ് ജനറലി അക്നോളജ് ഓൺലി 2 ലെവൽസ് ഓഫ് കംപ്ലീഷൻ, ഐദർ 0% or 100%. So C is not counted forward towards velocity, and the velocity as a point iteration is 4. ഞാനിവിടെ കാണിച്ചില്ലേ 4. So suppose the user stories remaining represent a total point of 40. The team's forecast of the remaining effort of the project is then 10 iterations. അടുത്തത് അപ്പോൾ 4 യൂണിറ്റ് വീതം, 4 പോയിന്റ് വീതമാണ് ഒരു ഐറ്ററേഷനിൽ തീരുന്നത്. ഇനി 40 പോയിന്റിന്റെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതിന് എത്ര ഐറ്ററേഷൻ വേണമെന്ന് കണക്ക് കൂട്ടും? 10 ഐറ്ററേഷൻസ് വേണമെന്ന് നമ്മൾ കണക്ക് കൂട്ടും. Then velocity is also used to limit the amount of work taken on further iterations. അടുത്ത ഐറ്ററേഷൻസിൽ എന്തുമാത്രം വർക്കിനെ ലിമിറ്റ് ചെയ്യപ്പെടും എന്നുകൂടി കണ്ടുപിടിക്കാൻ നമുക്ക് ഇത് ഉപകരിക്കും. Then velocity serves as a few different ways as a regulation mechanism. ഇതൊരു റെഗുലേഷൻ മെക്കാനിസം ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ കോമൺ pitfalls ഓഫ് വെലോസിറ്റി ആണ്. ഒരു സെക്കൻഡ്.
വെലോസിറ്റി എന്താണെന്ന് വെച്ചാൽ വെലോസിറ്റി ഈസ് എ മെഷർമെന്റ് മെയ്ഡ് ആഫ്റ്റർ ദി ഫാക്ട്. വന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുക്കുന്ന ഒരു സാധനമാണ്. ദോ ഇറ്റ് ക്യാൻ ഹെൽപ്പ് പ്ലാൻ അഹെഡ്, ഇറ്റ് ഈസ് നോട്ട് ഇറ്റ് സെൽഫ് എ ബഡ്ജറ്റ് ഓർ ഫോർകാസ്റ്റ്. ഇത് ഒരു ഫോർകാസ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇനി അതുപോലെ തന്നെ വെലോസിറ്റി ഈസ് ഡിഫൈൻഡ് വിത്ത് റെസ്പെക്ട് ടു ദ യൂണിറ്റ് ഓഫ് വാല്യൂ. അതായത് യൂസർ സ്റ്റോറീസ് ആൻഡ് യൂസർ പോയിന്റ്സ് വെച്ചിട്ടാണ് ഇത് എടുക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് എഫേർട്ട് നമുക്ക് പറ്റത്തില്ല. ദിസ് ഈസ് നോട്ട് വിത്ത് റെസ്പെക്ട് ടു എഫേർട്ട്. ഇനി അതുപോലെ തന്നെ only the aggregate velocity of the team matters. ഇൻഡിവിജ്വൽ വെലോസിറ്റി എന്നൊരു കോണ്ടെക്സ്റ്റ് ഇതിലില്ല. കാരണം എപ്പോഴും നമുക്ക് എന്താണ്, ഒരു ടീമിന്റെ വെലോസിറ്റിയാണ് നമുക്ക് കിട്ടുക. ഒരു ടീമാണല്ലോ ഒരു സ്പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ ടീമിന്റെ വെലോസിറ്റി മാത്രമേ കിട്ടത്തുള്ളൂ. ഇനി അതൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. In order that velocity provide forecast of the project's end date, it is necessary that all the user stories making up the project be estimated in a consistent manner. ഒരു കൺസിസ്റ്റന്റ് മാനറിൽ യൂസർ സ്റ്റോറീസ് എസ്റ്റിമേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, ഒരു പ്രോജക്റ്റിന്റെ എൻഡ് ഡേറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അവിടെ എന്താണ് ഇത് പറഞ്ഞിരിക്കുന്നത്? ഇതിനു വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, എസ്റ്റിമേറ്റ് ദ എൻറ്റയർ സെറ്റ് ഓഫ് യൂസർ സ്റ്റോറീസ് ബിഫോർ ദ പ്രോജക്റ്റ് സ്റ്റാർട്ട്. പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എല്ലാ യൂസർ സ്റ്റോറീസിനെയും എടുക്കുക, എന്നിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ യൂസ് റിലേറ്റീവ് എസ്റ്റിമേഷൻ ടു എൻഷുർ ദാറ്റ് എസ്റ്റിമേറ്റ്സ് മെയ്ഡ് ലേറ്റർ ആർ കൺസിസ്റ്റന്റ് വിത്ത് ദ വൺസ് മെയ്ഡ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ പ്രോജക്റ്റ്. അപ്പോൾ സ്റ്റാർട്ട് ഓഫ് ദ പ്രോജക്റ്റിൽ കണ്ടുപിടിച്ചതിന് കൺസിസ്റ്റന്റ് ആയിട്ടായിരിക്കണം പിന്നുള്ള റിലേറ്റീവ് എസ്റ്റിമേഷൻസ് വരേണ്ടത്. അപ്പൊ മൊത്തത്തിൽ വെലോസിറ്റി ഒരു ടീമിൻ്റെതായിട്ട് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ അതൊരു ഫോർകാസ്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇനി സ്റ്റോറി പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ, ഇറ്റ്സ് എ മെട്രിക് യൂസ്ഡ് ഇൻ എജൈൽ പ്രോജക്ട് മാനേജ് ആൻഡ് ഡെവലപ്മെന്റ് ടു ഡിറ്റർമിൻ ഓർ എസ്റ്റിമേറ്റ് ദ ഡിഫിക്കൽട്ടി ഓഫ് ഇംപ്ലിമെന്റിങ് എ ഗിവൺ സ്റ്റോറി. ഒരു സ്റ്റോറി ചെയ്യാൻ എത്ര ഡിഫിക്കൽട്ടി ഉണ്ട് എന്ന് പറയുന്നതാണ് ഒരു സ്റ്റോറി പോയിന്റ് എന്ന് പറയുന്നത്. Elements considered for assigning a story point include the complexity of the story, the number of unknown factors, and the potential effort required to implement it. ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഏതൊക്കെയാണ്? കോംപ്ലക്സിറ്റി ഓഫ് ദ സ്റ്റോറി, ആ സ്റ്റോറിയുടെ കോംപ്ലക്സിറ്റി എത്രയാണ്, നമ്പർ ഓഫ് അൺനോൺ ഫാക്ടേഴ്സ്, അറിയാൻ വയ്യാത്ത എത്ര ഫാക്ടറുകൾ അതിലുണ്ട്, എത്രമാത്രം റിക്വയർഡ്, അതിനകത്ത് എത്രമാത്രം എഫേർട്ട് വേണ്ടി വരും എന്ന് ഒന്ന് നമുക്ക് കണക്കൂട്ടി എടുക്കേണ്ടി വരും. ഇത് ഇത്രയും കൂടെ വെച്ചിട്ടാണ് ഒരു സ്റ്റോറി പോയിന്റ് എന്ന് പറയുന്ന സംഗതി ഉപയോഗിക്കുന്നത്. ഈ സ്റ്റോറി പോയിന്റ് ആണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്? നമ്മളുടെ വെലോസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങളിത് ബാക്കി ഇത് ഇറ്റ്സ് ആൻ ഹൈ ലെവൽ എസ്റ്റിമേഷൻ ഓഫ് കോംപ്ലക്സിറ്റി ഇൻവോൾവ് ഇൻ ദ യൂസർ സ്റ്റോറീസ്. അപ്പോൾ ഇത് ഒരു ഹൈ ലെവൽ എസ്റ്റിമേഷൻ ആണ്. അതിന് ലോ ലെവലിലേക്കൊന്നും വലിയ ലോ ലെവലിലേക്ക് പോകാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ വെൻ ഇറ്റ് ഗോസ് ഇൻ ടു ആൻ അവർ ബേസ്ഡ് എസ്റ്റിമേഷനിലേക്ക് പോകുമ്പോൾ ദാറ്റ് വിൽ ബിക്കം ലോവർ ലെവൽ എസ്റ്റിമേഷൻ. ഇനി ബേൺ ഡൗൺ ചാർട്ട് നമ്മൾ പറഞ്ഞു, എമൗണ്ട് ഓഫ് വർക്ക് ഡൺ, ഇനി എത്ര ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മെക്കാനിസമാണ്. അതാണ് പറയുന്നത്, ഇറ്റ് ഈസ് എ വിഷ്വൽ മെഷർമെന്റ് ടൂൾ ദാറ്റ് ഷോസ് ദ കംപ്ലീറ്റഡ് വർക്ക് പെർ ഡേ against the projected rate of completion for the current project release. ഈ ഒരു ഐട്രേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഇൻക്രിമെന്റ് റിലീസ് ചെയ്യാനുള്ള റിലീസിനനുസരിച്ച് നമ്മളുടെ വർക്ക് കംപ്ലീറ്റഡും എത്രമാത്രം കംപ്ലീറ്റ് ചെയ്യണം, അതായത് പ്രൊജക്റ്റഡ് റേറ്റ് ഓഫ് കംപ്ലീഷൻ എത്രമാത്രം കംപ്ലീറ്റ് ചെയ്യേണ്ടിയിരുന്നു എന്നുള്ളതിൻ്റെ മുകളിൽ കംപ്ലീറ്റഡ് വർക്ക് കാണിക്കുന്ന മെക്കാനിസമാണ് ഏതെന്ന് പറയുന്നത്, ഈ ബേൺ ഡൗൺ ചാർട്ട് എന്ന് പറയുന്നത്.
The sprint burn down chart makes the work of the team visible. ഒരു ടീം ചെയ്ത വർക്ക് വിസിബിൾ ആക്കുന്ന മെക്കാനിസമാണ് ബേൺ ഡൗൺ ചാർട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ റേറ്റ് അറ്റ് വിച്ച് the work is completed and how much work remains to be done. എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്തു, ഏത് റേറ്റിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്തു, എത്ര മാത്രം വർക്ക് ഇനി പെൻഡിങ് ഉണ്ട്. അപ്പം ഇതിനൊരു പ്രത്യേകത ഇതാണ്: മോണിറ്ററിംഗ് ദ പ്രോജക്റ്റ് സ്കോപ്പ്, കീപ്പിംഗ് ദ ടീം റണ്ണിങ് ഓൺ ഷെഡ്യൂൾ, കമ്പയറിംഗ് ദ പ്ലാൻഡ് വർക്ക് അഗൻസ്റ്റ് ദ ടീം പ്രോഗ്രഷൻ. ഇത്രയും കാര്യങ്ങൾ നമുക്കിതിൽ നിന്ന് ഈ ബേൺ ഡൗൺ ചാർട്ട് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് ഈ ഗ്രാഫ്? ടു ക്രിയേറ്റ് ദിസ് ഗ്രാഫ്, ഡിറ്റർമിൻ ഹൗ മച്ച് വർക്ക് റിമെയിൻസ് ബൈ summing the sprint backlog estimates every day of sprint, then the amount of work remaining for a sprint. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നമ്മളൊരു ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്യുന്നു. ഇത് വെലോസിറ്റി ആണ്. വെലോസിറ്റി കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പ്രോഡക്റ്റ് ബാക്ക്ലോഗ് ആണ് ഈ കാണുന്നത്. പ്രോഡക്റ്റ് ബാക്ക്ലോഗ് ആണ്. ദെൻ സ്പ്രിന്റ് എടുത്തു. സ്പ്രിന്റ് 8, 5, 5, 3, 5 ടോട്ടൽ 26 പോയിന്റ്സ് ആണ് ഇതിന്റെ വെലോസിറ്റി വേണ്ടിയിരുന്നത് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്താൽ. പക്ഷെ എൻഡ് ഓഫ് സ്പ്രിന്റിൽ ഈ 3 കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഓൾമോസ്റ്റ് ഡൺ ആണ്, ഫുൾ ആയില്ല. 5 രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തിട്ടുമില്ല. അപ്പോൾ ഇതിൽ 8 അങ്ങ് പോയി. 26-ൽ 8 പോയി കഴിഞ്ഞാൽ ആക്ച്വൽ വെലോസിറ്റി എന്ന് പറയുന്നത് 18 ആണ്. ഇപ്പോൾ ഇതാണ് ഇപ്പോൾ വർക്ക് റിമൈനിങ് സ്റ്റോറി പോയിന്റ്. ഇത് ഈ റേറ്റിലായിരുന്നു നടക്കേണ്ടിയിരുന്നത്. പക്ഷെ ഇത് കുറച്ച് സ്ഥലം വരെ കൃത്യമായി പോയി. ബാക്കി സ്ഥലങ്ങളിൽ എന്ത് കിടക്കുകയാണ്? വീണ്ടും ബേൺ ഡൗൺ ചാർട്ട് ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻ, ആർ വി ഓൺ ട്രാക്ക് ടു സക്സസ്ഫുള്ളി ഡെലിവർ ദിസ് ഔട്ട്പുട്ട്. അതാണ്ട് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ ഓവർ ഡ്യൂ ആണ് അല്ലേ? ഇവിടെ എല്ലാം ഓവർ ഡ്യൂ ആണ്. പക്ഷെ നമ്മൾ ഇവിടെ എത്തുമ്പോഴേക്കും, ഈ പോയിന്റിൽ എത്തുമ്പോഴേക്കും നമ്മൾ ബിഫോർ ടൈം ആയി അല്ലേ? നേരത്തെ ആയി. അപ്പം നമുക്കിത് കൃത്യസമയത്ത് കൊടുക്കാൻ പറ്റും എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ബേൺ ഡൗൺ സ്ട്രാറ്റജീസ് ഇങ്ങനെയാണ്. ബേൺ ഡൗൺ സ്റ്റോറീസ് ഓൺലി ഇൻ പോയിന്റ്സ്, ദാറ്റ് ഈസ് സ്റ്റോറീസ് മസ്റ്റ് ബി സ്മോൾ. അതായത് പോയിന്റ്സ് ആയിട്ട് മാത്രമേ കാണിക്കാൻ, സ്റ്റോറീസ് ഇൻ പോയിന്റ്സ് ആയിരിക്കണം. അതുപോലെ തന്നെ ടാസ്ക്സ് ആണെങ്കിൽ ഇൻ പോയിന്റ്സ് ആയിരിക്കണം. അതുപോലെ ഇൻ അവേഴ്സിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബേൺ ഡൗൺ ചാർട്ട് റെപ്രസെന്റ് ചെയ്യാൻ ഒന്നുകിൽ സ്റ്റോറീസ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ടാസ്ക് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം. ടാസ്ക് ആണെങ്കിൽ പോയിന്റ്സിലും റെപ്രസെന്റ് ചെയ്യാം, അവേഴ്സിലും റെപ്രസെന്റ് ചെയ്യാം. ഇത് എങ്ങനെയാണ് ഇതിനെ ട്രാക്ക് ചെയ്യുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത് പോകുന്ന ഒരു മെക്കാനിസമാണ്. ഇതിന്റെ ബേൺ ഡൗണിന്റെ ഇറ്റ് ഈസ് യൂസ്ഡ് ടു വിഷ്വലൈസ് വെൻ ദ വർക്ക് ഈസ് എ വർക്ക് ഇൻ എ sprint is scheduled to be completed. ഒരു സ്പ്രിന്റിലെ വർക്ക് എപ്പോഴാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്, ആൻഡ് വെദർ ദ ടീം ആർ ഓൺ ട്രാക്ക് ടു ഫിനിഷ് ഇറ്റ് ഇൻ ടൈം. അതൊരു ടൈമിൽ ഫിനിഷ് ചെയ്യാൻ പറ്റുമോ എന്ന് കാണിക്കാനുള്ള ഒരു മെക്കാനിസമാണ്. വിത്ത് ബേൺ ഡൗൺ ചാർട്ട് ടൂൾസ്, മാനേജേഴ്സ് ആൻഡ് ടീം മെമ്പേഴ്സ് ക്യാൻ ഷെഡ്യൂൾ ആറ്റോമാറ്റിക് ചാർട്ട് ക്രിയേഷൻ. അപ്പം നമ്മൾ ഇതിൻ്റെ ഡേറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓരോ ഡേറ്റ് കഴിയുമ്പോഴും ആ ചാർട്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ദെൻ വിഷ്വലൈസ് ക്വിക്കലി പ്രോഗ്രസ് ആൻഡ് പെർഫോമൻസ്. പ്രോഗ്രസും പെർഫോമൻസും നമുക്ക് കാണാൻ പറ്റും. യൂസ് സെർച്ച് ഫംഗ്ഷനാലിറ്റി ടു റീകോൾ പ്രീവിയസ് ഡേറ്റ വെൻ പ്ലാനിങ് ഫ്യൂച്ചർ. അപ്പോൾ പുതിയ സ്പ്രിന്റുകൾ ചെയ്യുമ്പോൾ ഈ സ്പ്രിന്റുകളിലുള്ള ബേൺ ഡൗൺ ചാർട്ട് എടുത്തിട്ട് അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാൻ പറ്റും. ബേൺ ഡൗൺ ചാർട്ടിൻ്റെ ബെനിഫിറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ബേൺ ഡൗൺ ചാർട്ട് ക്യാൻ ഫോക്കസ് ഓൺ ടീംസ് to consistently evaluate their performance daily. അപ്പോൾ അവരുടെ ഡെയിലി പെർഫോമൻസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ പ്രയോറിറ്റൈസ് അഗെയിൻ വർക്ക് ആസ് നീഡഡ്. വർക്കുകളെ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും.
Then project managers save time by using software to automatically run chart rather than creating them manually. അപ്പോൾ ടൂൾസ് ഉണ്ട്, ഈ ടൂൾസ് വെച്ചിട്ട് നമുക്ക് ബേൺ ഡൗൺ ചാർട്ടുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പിന്നത്തെ കേസാണ് യൂസർ സ്റ്റോറി. യൂസർ സ്റ്റോറി എന്ന് പറയുന്നാൽ എ യൂസർ സ്റ്റോറി ഈസ് എൻ ഇൻഫോർമൽ നാച്ചുറൽ ലാംഗ്വേജ് ഡിസ്ക്രിപ്ഷൻ ഓഫ് വൺ ഓർ മോർ ഫീച്ചേഴ്സ് ഓഫ് എ സോഫ്റ്റ്വെയർ സിസ്റ്റം. അതായത് ഒരു സിസ്റ്റത്തിൻ്റെ ഫീച്ചറുകളെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു നാച്ചുറൽ ലാംഗ്വേജ് ഡിസ്ക്രിപ്ഷനാണ് ഏതെന്ന് പറയുന്നത്, ഇൻഫോർമൽ നാച്ചുറൽ ലാംഗ്വേജ് ഡിസ്ക്രിപ്ഷനാണ് യൂസർ സ്റ്റോറി എന്ന് പറയുന്നത്. ദിസ് ഈസ് എ ടൂൾ ടു ക്യാപ്ചർ എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഫീച്ചർ ഫ്രം ആൻ എൻഡ് യൂസർ പെർസ്പെക്റ്റീവ്. എൻഡ് യൂസറിൽ നിന്ന് ഈ ഡേറ്റ അല്ലെങ്കിൽ ഒരു ഒരു ഫങ്ഷൻ ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു മെക്കാനിസമാണ് യൂസർ സ്റ്റോറി എന്ന് പറയുന്നത്. ഡിസ്ക്രൈബ്സ് ദ ടൈപ്പ് ഓഫ് യൂസർ, വാട്ട് ദേ വാണ്ട് ആൻഡ് വൈ ദേ വാണ്ട്. അപ്പോൾ ഈ യൂസർ സ്റ്റോറിക്ക് അതൊരു പ്രത്യേകത, അതിൽ ആരാണ് യൂസർ എന്ന് പറയും, അയാൾക്ക് എന്താണ് വേണ്ടതെന്ന് പറയും, അത് എന്തുകൊണ്ടാണ് വേണ്ടതെന്നും പറയും. അതിന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതിന് ഒരു പേര് പറയാം. ഇറ്റ് ക്രിയേറ്റ്സ് എ സിംപ്ലിഫൈഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ റിക്വയർമെൻറ്റ്. ഒരു റിക്വയർമെൻറ്റിൻ്റെ സിംപ്ലിഫൈഡ് ഡിസ്ക്രിപ്ഷനാണ് ഏതെന്ന് പറയുന്ന ഒരു യൂസർ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോറി ഈസ് ഡിഫൈൻഡ് ഇൻക്രിമെൻ്റലി ഇൻ 3 സ്റ്റേജസ്. 3 സ്റ്റേജസിലാണ് ഇത് പറയുക. ഒന്ന്, ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ നീഡ്, എന്താണ് വേണ്ടതെന്ന് പറയാം. വാട്ട് ഹാപ്പൻസ് ഡ്യൂറിങ് ദ ബാക്ക്ലോഗ് ഗ്രൂമിങ് ആൻഡ് ഐട്രേഷൻ. അപ്പോൾ ഈ നീഡിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയാം. ആൻഡ് പ്ലാനിങ് ടു സോൾഡിഫൈ ദ ഡീറ്റെയിൽസ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന നീഡിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ പറയുന്നു. ദെൻ ടെസ്റ്റ് ദാറ്റ് കൺഫേം ദ സ്റ്റോറി സാറ്റിസ്ഫാക്ടറി കംപ്ലീഷൻ. സാറ്റിസ്ഫാക്ടറി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ എന്തൊക്കെ ടെസ്റ്റുകളാണ് വേണ്ടത് എന്ന് പറയാം. ഇതിനെ 3 C വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. ദാറ്റ് ഈസ് കോൾഡ് കാർഡ്, ദാറ്റ് റെപ്രസെൻറ്റ്സ് ദി ഗോൾ ആൻഡ് ബെനിഫിറ്റ് എക്സെട്ര. ദെൻ കോൺവെർസേഷൻ, വാട്ട് ഈസ് ദ ഡീറ്റെയിൽസ്, and confirmation which gives the test. ഇതാണ് ഇതിൻ്റെ ഒരു representation. As a role, I want to do an action so that the benefit can be obtained. So, who is it for, what it expects from the system, and why is it important. അതാണ് role, action, benefit. Role means should be an actual human who interacts with the system. Specific as possible ആയിരിക്കണം. Development men, not a user. Development team, not a user. ഒരു user അല്ല. Then action means it is the behavior of a system. So when system is implemented, does it get written in the story? Does not get written in the story. Benefits mean the benefit should be real world result that is non-functional or external to the system. ഒരു ഫങ്ഷണൽ ബെനിഫിറ്റ് അതിൽ നിന്ന് കിട്ടിയിരിക്കണം, അതാണ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇതൊരു എക്സാമ്പിളാണ് പറഞ്ഞിട്ടുണ്ട്. ആസ് എ കസ്റ്റമർ ഐ വാണ്ട് ഷോപ്പിംഗ് കാർട്ട് ഫീച്ചർ സോ ദാറ്റ് ഐ ക്യാൻ ഈസിലി പർച്ചേസ് ഐറ്റം ഓൺലൈനിൽ ഐറ്റം പർച്ചേസ് ചെയ്യാം. അങ്ങനെ 1-2 കേസുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിതൊന്ന് വായിച്ചു നോക്കുക. I want to, as a manager, I want to generate a report so that I can understand the department needs more resources. As a customer, I want to receive an SMS when the item is arrived so that I can go pick it up right away. അപ്പോൾ അതിൽ റോള് എന്ത് പറയുന്നുണ്ടെന്ന് പറയുന്നു. represents the person. Action represents the user's expectation. And benefit represents the value behind the interaction with the system. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതായത് യൂസർ സ്റ്റോറി വിൽ ബ്രിങ് അപ്പ് എ വാല്യൂ ടു സമ്മൺ ഓർ സർട്ടൻ പാർട്ടി, ഫോർ എക്സാമ്പിൾ കസ്റ്റമേഴ്സ്, ടു ഫുൾഫിൽ സം നീഡ്സ്. Then there is a reason to support to implement the story, അതായത് why this particular story is required. ഇതാണ് ഒരു സ്ട്രക്ചർ. നേരത്തെ പറഞ്ഞ പോലെ C3C എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആദ്യത്തെ C ഇതാണ്, രണ്ടാമത്തെ C ഇതാണ്, മൂന്നാമത്തെ C ഇതാണ്. ദാറ്റ് ഈസ് റോൾ, ഗോൾ, ബെനിഫിറ്റ്.
ആദ്യത്തെ സിയിൽ വരുന്നു കാർഡ്. സോ ആസ് എ യൂസർ ഐ വാണ്ട് ഡു സംതിങ് സോ ദാറ്റ് ഐ ക്യാൻ ഗെറ്റ് ദിസ്. ആൻഡ് ദിസ് ഗീവ്സ് ദ ഡിസ്ക്രിപ്ഷൻസ്. എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പം പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ആഡ് ന്യൂ പ്രോഡക്റ്റ് പേജ്, അതിനകത്ത് എന്തൊക്കെ വേണം എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. Then acceptance criteria, that is called the confirmation. This is the card, this is the conversation, and this is the confirmation. ഈ കൺഫർമേഷനിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. Then comes ഒരു സിമ്പിൾ യൂസർ സ്റ്റോറി. ഇങ്ങനെ ഇരിക്കും. നമ്മൾ നേരത്തെ കണ്ടതാണ്, അതിൻ്റെ ഒരു ചെറിയ എക്സാമ്പിൾ ആണ് എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് യൂസർ സ്റ്റോറീസ് നമുക്ക് വളരെ പെട്ടെന്ന് ഇൻവെസ്റ്റ് എന്നുള്ള ഒരു ചെറിയ ടേമിൽ എടുക്കാൻ പറ്റും. അതായത് ഇൻഡിപെൻഡൻറ്റ്, നെഗോഷ്യബിൾ, വാല്യുബിൾ വെർട്ടിക്കൽസ്, എസ്റ്റിമേറ്റ്, സ്മോൾ ആൻഡ് ടെസ്റ്റബിൾ. ഇത് വായിച്ചു നോക്കുക. ദ സ്റ്റോറി ഷുഡ് ബി ഷെൽഫ് കണ്ടെയ്ൻഡ്, ഒരു ഷെൽഫിൽ കണ്ടെയ്ൻഡ് ആയിരിക്കണം. പിന്നെ സോ ദാറ്റ് ദർ ഇസ് നോ ഇൻഹറൻറ്റ് ഡിപ്പെൻഡൻസീസ് ഓൺ അതർ സ്റ്റോറീസ്. എപ്പോഴും ഓരോ സ്റ്റോറിയും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. നെഗോഷ്യബിൾ, ഇത് എക്സ്പ്ലിസിറ്റ് കോൺട്രാക്ട്സ് ആകരുത്. ആൻഡ് ഷുഡ് ലീവ് സ്പേസ് ഫോർ ഡിസ്കഷൻ. അതായത് ഇതിങ്ങനെ ആയിരിക്കണം എന്ന് പറയാൻ പാടില്ല. ഇതിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും ഡിസ്കഷൻസ് വേണ്ടി വന്നാൽ ആ ഡിസ്കഷൻസ് നടത്താൻ പറ്റണം. ദാറ്റ് ഇസ് കോൾഡ് നെഗോഷ്യബിൾ. ദെൻ വെർട്ടിക്കൽ, വാല്യുബിൾ വെർട്ടിക്കൽസ്. ദ യൂസർ സ്റ്റോറി മസ്റ്റ് ഡെലിവർ വാല്യൂസ് ടു ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓർ ബിസിനസ്. ആ ഒരു ബിസിനസ്സിന് പറ്റുന്ന രീതിയിലുള്ള ആ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വേണ്ടുന്ന കാര്യങ്ങൾ ഡെലിവർ ചെയ്യാൻ പറ്റണം. പിന്നെ ഇത് എസ്റ്റിമബിൾ, ദാറ്റ് മീൻസ് ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു എസ്റ്റിമേറ്റ് ഇൻ വൺ വേ ഓർ ദി അതർ. ഇറ്റ് ഹാസ് ടു ബി എസ്റ്റിമേറ്റഡ്. ആൻഡ് ഇറ്റ് ഷുഡ് ബി സ്മോൾ ഇൻ സൈസ്. അത് നമ്മുടെ എജൈലിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ തന്നെയാണ്. ഇറ്റ് ഷുഡ് ബി സ്മോൾ, എവറിഥിങ് ഷുഡ് ബി സ്മോൾ ഇൻ സൈസ്. ദെൻ ടെസ്റ്റബിൾ, എവറിഥിങ് ഷുഡ് ബി ടെസ്റ്റബിൾ. അതായത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ടെസ്റ്റിംഗ് ഇല്ലാതെ, നമുക്ക് അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ ഇല്ലാതെ ഒരു യൂസർ സ്റ്റോറി ഇല്ലല്ലോ. ഉണ്ടോ? അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ ഇല്ലാതെ ഒരു യൂസർ സ്റ്റോറി ഇല്ല. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഷുഡ് ബി ടെസ്റ്റബിൾ. ഇനി അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ എന്താണെന്ന് നേരത്തെ പറഞ്ഞു. അതായത് കൺഫർമേഷൻ പോയിന്റ് ആണ്. ആ കൺഫർമേഷൻ പോയിന്റിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിനൊരു ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് സ്പെസിഫിക് സ്മാർട്ട് ക്യാരക്ടറിസ്റ്റിക് എന്നാണ് പറയുക. ദാറ്റ് ഈസ് സ്പെസിഫിക്. ഓരോന്നും വളരെ സ്പെസിഫിക് ആയിരിക്കണം. ഒരു ടെസ്റ്റ് നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു അക്സെപ്റ്റൻസ് ടെസ്റ്റ് കൊടുക്കുമ്പോൾ ആ അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ ഇന്നത് എന്ന് വളരെ കൃത്യമായിട്ടുണ്ടാവണം. അതുപോലെ തന്നെ മെഷറബിൾ ആയിരിക്കണം. ഒരു പ്രോഗ്രസ് ഇൻഡിക്കേറ്റർ ഉണ്ടാവണം. ഓക്കെ, ഇന്നത് ടെസ്റ്റ് ചെയ്തു, ഓക്കെ ദാറ്റ് ഈസ് കറക്റ്റ്, അത് വർക്ക് ചെയ്യും. അപ്പോൾ അത് മെഷറബിൾ ആയിരിക്കണം. ദെൻ അച്ചീവബിൾ, പറ്റുന്ന കാര്യങ്ങളെ പാടുള്ളൂ. റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ പറയാൻ പാടുള്ളൂ. പിന്നെ റെലവൻ്റ് ആയിരിക്കണം. ആ പർട്ടിക്കുലർ പാർട്ടിന് റെലവൻ്റ് ആയിട്ടുള്ളതായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഷുഡ് ബി ടൈം ബൗണ്ട്, ഒരു സ്പെസിഫിക് ടൈമിനുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്നതായിരിക്കണം. ഇതാണ് അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയയുടെ പ്രത്യേകത അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്. അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ പൊതുവെ 3 പർപ്പസുകൾക്കാണ്. നമ്മൾ രണ്ട് കാര്യങ്ങളുണ്ടെന്ന് ഇവിടെ. അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താണ് ഒരു യൂസർക്ക് ടെസ്റ്റ് ചെയ്ത് എടുക്കേണ്ടത്. അക്സെപ്റ്റൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ടെസ്റ്റുകളാണ് അക്സെപ്റ്റൻസ് ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. ഈ ടെസ്റ്റുകൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഓരോ യൂസർ സ്റ്റോറിയും വെരിഫൈ ചെയ്യുന്നത്. അപ്പോൾ യൂസർ സ്റ്റോറി വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് വഴിയാണ്. അപ്പോൾ 3 പർപ്പസുകൾക്കാണ് നമ്മൾ ഈ അക്സെപ്റ്റൻസ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. ഒന്ന്, used by the product owner to know what the acceptance criteria have been met and the user story is done to their satisfaction. അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മീറ്റ് ചെയ്തിട്ടുണ്ടോ, അതുപോലെ തന്നെ അവരുടെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ, അതാണ് ആദ്യത്തെ പർപ്പസ്. രണ്ടാമത്തെ പർപ്പസ്, ഇറ്റ് ഹെൽപ്സ് ഡ്രൈവ് ഡെവലപ്മെന്റ് ഇൻ ആൻ അക്സെപ്റ്റൻസ് ടെസ്റ്റ് ഡ്രിവൺ ഡെവലപ്മെന്റ്. ഒരു ടെസ്റ്റ് ഡ്രിവൺ ഡെവലപ്മെന്റ് എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇത് സഹായിക്കും. ദെൻ സെർവ്സ് ആസ് എ സോഴ്സ് ഓഫ് പ്രോഡക്റ്റ് റിഗ്രഷൻ ടെസ്റ്റ്. അതായത് ഈ പ്രോഡക്റ്റിൽ എന്തെങ്കിലും അറ്റാച്ച്ഡ് എറേഴ്സ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ഇത് ഉപയോഗിക്കാറുണ്ട്.
So acceptance tests are written based on the acceptance criteria and validate that the product has the expected business value, അതായത് functionality intended by the user story. ഇപ്പോൾ നമ്മളുടെ അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ നമ്മളുടെ യൂസർ സ്റ്റോറിയുടെ വേരിഫിക്കേഷന് വേണ്ടിയിട്ടും വാലിഡേഷന് വേണ്ടിയിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന മെക്കാനിസമാണ് അക്സെപ്റ്റൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ ആർ സ്പെസിഫിക് കണ്ടീഷൻസ് വിച്ച് മസ്റ്റ് ബി മെറ്റ്. ടെസ്റ്റ് ആർ ദ മെത്തേഡ്സ് ഫോർ വെരിഫൈങ് വെദർ ദാറ്റ് കണ്ടീഷൻ ഹാസ് ബീൻ മെറ്റ് ഓർ നോട്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ മീറ്റ് ചെയ്തോ എന്ന് വെരിഫൈ ചെയ്യുന്ന മെക്കാനിസമാണ് അക്സെപ്റ്റൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു യൂസർ സ്റ്റോറി. ആസ് എ കസ്റ്റമർ ഐ വാണ്ട് ടു ബി ഏബിൾ ടു എൻ്റർ മൈ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ്. ഇപ്പോൾ പേയ്മെൻറ്റ് ഓൺലൈൻ ആക്കുന്ന മെക്കാനിസമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്, വിസ കാർഡ് ഓർ മാസ്റ്റർ കാർഡ്. അപ്പോൾ ഇതിൻ്റെ ക്രൈറ്റീരിയ പറഞ്ഞു. പേയ്മെൻറ്റ് ക്യാൻ ബി മെയ്ഡ് യൂസിങ് വിസ കാർഡ്, യൂസിങ് മാസ്റ്റർ കാർഡ്, മെയ്ഡ് യൂസിങ് ആൻ ഓൺലൈൻ ഫിനാൻഷ്യൽ സർവീസ്. ഇപ്പോൾ പേപാൽ അല്ലെങ്കിൽ ഗൂഗിൾ പേ മുതലായ സംഗതി. വെൻ പേയിങ് വിത്ത് കാർഡ്, ഫില്ലിംഗ് ഇൻ ദ കാർഡ് നമ്പർ ഫീൽഡ് ഓട്ടോ ഡിറ്റക്ട്സ് ദ ടൈപ്പ്. ഇപ്പോൾ ഇവിടെ കൊടുക്കുന്ന കാർഡ് നമ്പർ വെച്ചിട്ട് അത് വിസ കാർഡാണോ ക്രെഡിറ്റ് കാർഡാണോ എന്ന് മനസ്സിലാക്കണം. സീസ് ഓൺലി ദ റെലവെൻറ്റ് ഇൻപുട്ട് ഫീൽഡ്സ് ഡിപ്പെൻഡിങ് ഓൺ ദ സെലക്ടഡ് പേയ്മെൻറ്റ് മെത്തേഡ്. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുന്ന പേയ്മെൻറ്റ് മെത്തേഡിന് അനുസരിച്ചുള്ള ഫീൽഡുകൾ മാത്രമേ അയാൾ കാണാൻ പാടുള്ളൂ. ദെൻ ഇതിനകത്ത് അക്സെപ്റ്റൻസ് ടെസ്റ്റ് പറഞ്ഞിരിക്കുന്നു. ഇൻസേർട്ട് ദി വിസ കാർഡ്, എൻ്റർ ദ പിൻ, കൺഫേം ദാറ്റ് പേയ്മെൻറ്റ് വാസ് അക്സെപ്റ്റഡ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി ചെക്ക് ചെയ്യണം. ഇവിടെ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ അത് ഏത് കാർഡാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ദിസ് ഈസ് ക്രൈറ്റീരിയ, ദിസ് ഈസ് വെരിഫിക്കേഷൻ. ദെൻ ദ ലാസ്റ്റ്, ഇതൊരു സമ്മറി ഷീറ്റാണ്. നമ്മളുടെ മൊത്തം ഹയറാർക്കി യൂസർ സ്റ്റോറി എന്ന് പറയുന്നത്, തീം എന്ന് പറയുന്നത് ടോട്ടൽ പ്രോജക്റ്റ് ആണ്. എപ്പിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓരോ സബ് മോഡ്യൂൾസ് ആണ്. ദെൻ ഫീച്ചർ എന്ന് പറയുന്ന അതിൻ്റെ സബ് മോഡ്യൂൾസ് അല്ലെങ്കിൽ സബ് പ്രോഗ്രാംസ്, ആൻഡ് ദീസ് ആർ സബ് മോഡ്യൂൾസ്. സ്റ്റോറി എന്ന് പറയുന്നത് ഈ ഫീച്ചറിലെ ഓരോ റിക്വയർമെൻറ്റ്സുകളാണ്. ഇത് ടോട്ടൽ ഫീച്ചേഴ്സ് ആണ്, ഇതിലെ ഓരോ റിക്വയർമെൻറ്റുകൾ. അപ്പോൾ ആ ഓരോ റിക്വയർമെൻറ്റുകളെയും സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഫർദർ ഡീറ്റെയിൽസ് ആണ് ഈ ടാസ്ക് എന്ന് പറയുന്നത്. ഈ ഭാഗം തൽക്കാലം വിട്ടേക്കുക. സോ ഇത് ടാസ്ക് വിൽ ബി ഇൻ അവേഴ്സ്, stories will be in days, estimates in days, and features will be estimated in weeks, epics will be estimated in months, and the total project may be estimated in years. So this is what the fourth module is. So we are ending the fourth module. Thank you very much. Listen to it, and if you have any doubts, either you contact through Google Classroom or you can contact through phone. Thank you.